അടുത്ത സ്റ്റുഡിയോ ഒന്ന് ഓടി വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. സ്റ്റുഡിയോ ഇവിടുന്ന് എനിക്ക് എങ്ങനെ നോക്കിയാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്രയുള്ള ദൂരത്തിലാണ്. അപ്പോൾ അവിടുന്ന് ഇത് ചെന്നൈ ആയതുകൊണ്ട് ട്രാഫിക്കും പിടിച്ചുകൊണ്ട് ഞാനിവിടെ ഓടി എത്തുമ്പോഴേക്കും എനിക്ക് സമയം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു പേജ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ക്ലാസ് പോകുന്നത് കൊണ്ടുമാണ് വർക്കിൻ്റെ ഇടയിൽ എനിക്ക് അവർ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത്. അതാണ് ഞാൻ ഇങ്ങോട്ട് എത്താൻ വേണ്ടി ലേറ്റ് ആയത്. പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഭൂതാഷ്ടഗന്ധം പുകയ്ക്കണമല്ലോ. ഭൂതാഷ്ടഗന്ധം, എന്താ പറയുക, അപരാജിത ചൂർണം, ഇതൊക്കെ പുകയ്ക്കാനുള്ളതുകൊണ്ട് വന്ന് അത് ചെയ്ത് വരുമ്പോഴേക്കും അതും സമയം. ഭഗവാന്റെ അടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലൊക്കെ ബിന്ദമ്മ എന്തെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലും നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ചൊവ്വ വെള്ളി ഏറ്റവും നല്ലതാണ് അത് പുകയ്ക്കുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെയും കുറച്ച് ബിസി ആയിപ്പോയി. അതാണ് ക്ലാസ് എടുക്കാൻ ലേറ്റ് ആയത്. ക്ഷമിക്കണം കേട്ടോ, മനഃപൂർവ്വം അല്ല. നമുക്ക് വേഗം ക്ലാസ് എടുക്കാം. നമുക്ക് ഓടി വന്നത് കാരണം ഇപ്പോൾ ഓടി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. വന്ന് ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലിങ്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഗ്രൂപ്പിൽ. ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ക്ലാസ് കയറുമ്പോഴേക്കാണ് ഒരു സെക്കൻഡ് എന്താ പറയുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സമയം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ പുറത്തൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയുള്ള ഫുഡായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം തരും. ഇവിടെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, ഭഗവാനെ നിവേദിക്കണം. ക്ലാസ് കഴിയലും ലഞ്ച് ഉണ്ടാക്കലും ഭഗവാനെ നിവേദിക്കലും അടുത്ത ഓട്ടമാണ്. അപ്പോൾ അത് കാരണമുള്ള ഒരു ടൈറ്റ് ഷെഡ്യൂൾ കൊണ്ടാണ് കുറച്ച് അരമണിക്കൂറോളം ഞാൻ ലേറ്റായി. ക്ഷമിക്കണം കേട്ടോ. ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് 11 o'clock ക്ലാസ് നിന്നിട്ടത്. എൻ്റെ ഒരു ആലോചന എങ്ങനെയെങ്കിലും ഒരു 10 മണി 10:15 ആകുമ്പോഴേക്ക് കഴിയുമെന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. 10:15 കഴിഞ്ഞ് 10:20 ആയപ്പോൾ എനിക്ക് മനസ്സിലായി 10:30 ഞാൻ എത്തില്ല എന്ന്. അതാണ് 11 മണിക്ക് ഇട്ടത്. പക്ഷെ ഞാൻ ഇറങ്ങിയത് 10:45 ഇറങ്ങി അവിടുന്ന് ഇവിടെ ഓടി, എന്താ പറയുക, ഓടി പിടിച്ച് ഇവിടെ എത്തി. ഭഗവാന്റെ മുമ്പിൽ അപരാജിത ചൂർണവും ഭൂതാഷ്ടഗന്ധമൊക്കെ പുകച്ച് ക്ലാസ് കയറുമ്പോഴത്തേക്ക് ലേറ്റായി. അതെ, വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ബിന്ദമ്മയോട് വെള്ളം എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ്. ക്ഷമിക്കണം കേട്ടോ. എല്ലാം നോക്കണ്ടേ, നമ്മുടെ ഉപജീവന മാർഗവും ക്ലാസ്സും വീട്ടിലെ കുക്കിങ്ങും വാഷിങ്ങും എന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്യണ്ടേ. പക്ഷെ എനിക്ക് നിങ്ങളെ കാണാതെ ക്ലാസ് മുടക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ പിന്നെ 25th ഞാൻ ഒഴിവാക്കിയതാണ് ക്ലാസ്. വേറൊന്നല്ല, ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അവർക്കും ജീവിതത്തിൽ സമയം കൊടുക്കണമല്ലോ. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം, സൈറാം, എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് അവരെയല്ലേ. അറ്റ്ലീസ്റ്റ് ഇല്ല, ഞാൻ കുടിക്കുന്ന ചൂട് ബിന്ദുമ്മയ്ക്ക് അറിയുന്നല്ലേ ബിന്ദുമ്മ, പിന്നെ എന്തിനാ ഇങ്ങനെ സമയം കളയുന്നത്. അപ്പം അവർ വന്നത് കാരണം പിന്നെ അവർക്കറിയില്ലല്ലോ നമ്മുടെ മഞ്ജരീസിൻ്റെ ബിസി ഷെഡ്യൂൾ എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ലേറ്റായിപ്പോയി. അതാണ് ഇന്നലെ ക്ലാസ് എടുക്കാത്തത്. പിന്നെ വൈകിട്ട് എല്ലാവരുമായിട്ടൊന്ന് പുറത്ത് പോയി ബീച്ചിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ലേറ്റായി. കാരണം എന്താ അറിയോ, ഞാനിവിടെ സപ്പോസ് ചെന്നൈയിലില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും മോർ വാട്ടർ മോർ എനർജി. ഇവിടെ ഞാനില്ല എങ്കിൽ തന്നെയും നമുക്കിവിടെ വിളക്കൊന്നും അണയാൻ പാടില്ല. വിളക്കണയാൻ പാടില്ല. കിച്ചൂട്ടനേൻ്റെ അതാറാണിനെ എൻ്റെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല, വിളക്കണഞ്ഞാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ വിളക്കണയാതെ നോക്കണം. എന്തെങ്കിലും ഒന്നുമില്ല, എന്തെങ്കിലും ഒരു എമർജൻസിക്ക് നമ്മൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ അവരോട് എപ്പോഴും നമ്മൾ ബിസി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, അവർക്കത് മനസ്സിലാവില്ല. എന്നാലും ഓൾമോസ്റ്റ് അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനെന്താ പറയുക, ഇന്നലത്തെ ദിവസം അവർക്ക് വേണ്ടി മാറ്റി വെച്ചു. തീർച്ചയായിട്ടും എൻ്റർടൈൻമെൻറ്റ് വേണമല്ലേ, നമുക്ക് ആകെ വട്ടായി പോവും. ഇന്നലെ സ്പെഷ്യൽ ഗീ റൈസ് വിത്ത് ഉരുളക്കിഴങ്ങ് കറി, വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി, ഗീ റൈസ്, പനീർ ഫ്രൈ, പപ്പടം, മഞ്ജരീസ് സ്പെഷ്യൽ കണ്ണിമാങ്ങ അച്ചാർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മുടെ കിച്ചൂട്ടനും രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത് നവനീത് രേവതി. അവരുടെ വകയാണ് ഹാരവും പാൽപ്പായസവും ഒക്കെ. പായസം രാവിലെ വെച്ചു, ഞങ്ങളും കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. ഹാരവും പാൽപ്പായസമൊക്കെ അവരുടെ വകയാണ്. അവരുടെ ഇതിൽ അന്നദാനവും ഉണ്ട്. ഇന്ന് അന്നദാനം എനിക്ക് തോന്നുന്നില്ല. നാളെ മുതൽ അന്നദാനം റീസ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കണം, പാക്കിങ്ങും ചെയ്യണം. അപ്പം നവനീത് രേവതിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും
അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം നവനീതിനും കുടുംബത്തിനും എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണോ നവനീത് കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിക്കും കഴുത്തിൽ ഹാരമണിഞ്ഞിരിക്കുന്നത്, ആ കാര്യം കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കട്ടെ. ഇനി നടത്തി കൊടുത്തതിൻ്റെ ഇല്ല, ഒരു തിരിയിട്ട് വിളക്കെത്തിക്കാൻ പാടില്ല. നടത്തി കൊടുത്തതിൻ്റെ ഒരു ഉപകാരസ്മരണയിലാണ് ഈ ഹാരം അവർ ചാർത്തിയിരിക്കുന്നത് എങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ ഭക്തിയോടും കൂടി ഗുരുവായൂരപ്പൻ നൽകട്ടെ. തിരുവാതിര ഫാസ്റ്റിംഗ് നാളെയാണ്. ഇന്ന് ഉറക്കമൊഴിച്ചിട്ട് നാളെയാണ് തിരുവാതിര ഫാസ്റ്റിംഗ്. 27th, ഇന്ന് 26th ആണ്. തീർച്ചയായിട്ടും തിരുവാതിര ഫാസ്റ്റിംഗ് ഉണ്ട്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത മഹാഭക്തനാണ് ആര്? മഹാദേവൻ. അപ്പം മഹാദേവൻ്റെ കാരുണ്യം നമുക്കുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ അറിയാലോ, വൃന്ദാവനത്തിൽ ചിന്താഹരൻ മഹാദേവന് വലിയൊരു സ്ഥാനമുണ്ട്. വൃന്ദാവനത്തിന് കാവൽ നിൽക്കുന്നത് തന്നെ മഹാദേവനാണ്. അപ്പം ആ വൃന്ദാവന ഭൂമിയിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം വേണം. അപ്പം ആ മഹാദേവൻ്റെ കാരുണ്യം ലഭിച്ചാൽ മാത്രമേ ഗുരുവായൂരപ്പനോട് നമുക്ക് കുറച്ചും കൂടെ അടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ കാരുണ്യത്തിനായിട്ട് എല്ലാവരും തിരുവാതിര ഫാസ്റ്റിംഗ് എടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു നല്ലൊരു സന്തോഷ വാർത്ത ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പറയണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ എളുപ്പം പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ഇന്ന് ഒരു ഹെൽത്ത് ടിപ്സും ഇല്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്കാണ്. കാരണം കുറേ ദിവസമായിട്ട് കളിയും ചിരിയും തമാശയും വർത്താനങ്ങളാണ്. ബി സീരിയസ്. മെസ്സേജ് നോക്കാം. എന്തായിരിക്കും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന സന്തോഷ വാർത്ത? അത് പറ്റില്ല, ഫ്ലവർ ഷോ കാണാൻ പോകല്ലേ? പറ്റില്ല. ഒരു കാരണവശാലും പറയില്ല. ഫ്ലവർ ഷോ കാണാൻ പോകുന്ന ആൾ പോയിട്ടേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, അറിയാൻ പാടില്ല. പറ മൂസ് പറ എന്നെല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കൊതിയോടെ കാത്തിരുന്നൊരു സംഭവമാണ്. ഇന്ന് രാവിലെ ഒരു 7 o'clock സാർ എന്നെ വിളിച്ചു. ഞാൻ സംസാരിച്ചു. നേരെ സാറിൻ്റെ ഓഫീസിൽ പോയി മീറ്റ് ചെയ്തു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ പേജൊക്കെ കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഇതും നടക്കുന്നുണ്ടേ, അതും കൂടി ഒന്ന് ആലോചിക്കണം. അപ്പം ഇല്ല, ചക്കരയെന്നോ പാലേന്നോ തേനേന്നോ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. പറയില്ലേ, വേഗം ഫ്ലവർ ഷോ കാണാൻ വയ്ക്കും. മഞ്ജരീസിൻ്റെ ക്ലാസ്സിനേക്കാളും വലുതല്ലേ. പിന്നെ എന്ത് സംശയം അനുകുമാരി മാതാജി, 3 പേർക്ക് റൂം കിട്ടുമെന്നും ബാ, നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം. എൻ്റെ അമ്മ പറഞ്ഞു പറ മോളേന്ന്. അപ്പം ഞാൻ പറയും. എൻ്റെ അമ്മമാർ കുറേ പേര് പറഞ്ഞു. സൈന ചേച്ചി പറഞ്ഞു, അമ്മ പറഞ്ഞു, വേണുചേട്ടൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. 2024 തെറ്റിപ്പോയി. 2024 മെയ് 2 നിങ്ങളെ എല്ലാവരെയും ഞാൻ ഗുരുവായൂർ മഞ്ജരീസിലൂടെ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹത്തോടെ തിരുപ്പതി വെങ്കിടാചലപതി ദർശനം തയ്യാറാക്കിയിട്ടുണ്ട്. തിരുപ്പതി വെങ്കിടാചലപതിയുടെ ദർശനം നിങ്ങൾക്ക് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഹാപ്പിയായോ? സിന്ധു ചേച്ചി പറയണേ ഞാൻ എങ്ങും പോകുന്നില്ല, ഷോപ്പിൽ മാത്രം. പാവം. തിരുപ്പതി വെങ്കിടാചലപതിയെ ദർശിക്കാൻ മെയ് 2 നിങ്ങൾക്ക് നിൽക്കാം. ഗ്രൂപ്പിലുള്ളവരെ മാത്രമേ അലൗഡ് ഉള്ളൂ, അല്ലാത്തവർക്ക് അലൗഡ് ഇല്ല. ക്ഷമിക്കണം. അന്നേ ദിവസം ശനിയാഴ്ചയാണ്. മെയ് 2 വ്യാഴാഴ്ച ദിവസമാണ് കൊണ്ടുപോകുന്നത്. മെയ് 2. ഓഹോ, മാഡം മോഹിച്ചു. എന്നാൽ കൊണ്ടുപോയില്ല. ഗ്രൂപ്പിലുള്ളവർ മാത്രം കേട്ടോ. ഗ്രൂപ്പിലില്ലാത്തവർക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. ഓക്കെ. അന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അന്ന് എൻ്റെ സഞ്ജൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ തിരുപ്പതിയിൽ, എൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങളെല്ലാം തിരുപ്പതിയിലാണ്.
അന്ന് അവിട്ടം ചതയം നക്ഷത്രമാണ്. മെയ് 2, 2024. എന്താ പറയുക, വ്യാഴാഴ്ച ദിവസമാണ്. നല്ല നല്ല മുഹൂർത്തമുള്ളൊരു ദിവസമാണ്. ഓക്കെ, ഗ്രൂപ്പിലുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഒരു ടോക്കൺ വരുന്നത് അത് ഏജൻസിയാണ് അവർ. അപ്പോൾ ഏജൻസിയായിട്ട് സംസാരിച്ചപ്പം പൊതുവേ അവർ 1500, 2000 രൂപയൊക്കെയാണ് ടോക്കണ് പറയാറ്. നമ്മൾ കൂടുതൽ കൺവിൻസ് ചെയ്തെടുത്തു മഞ്ജരീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 700 റുപ്പീസാണ് ടോക്കൺ. അപ്പം ഏതെങ്കിലും ഒരാൾ ആ 700 കളക്ട് ചെയ്യുക, നേരെ ഞാൻ പറയുന്ന GPയിലേക്ക് അത് ഇട്ട് കൊടുക്കുക. ഇനി അതല്ല എങ്കിൽ മഞ്ജരീസിലിടണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ജരീസിലേക്ക് ആയാലും ഇടാം. എന്നിട്ട് നിങ്ങൾ അവിടെ പൊതുവേ 300 റുപ്പീസാണ് ടോക്കണ്. പക്ഷേ നമ്മൾ ഈ ഏജൻസിയുടെ അടുത്ത് നിന്ന് എടുക്കുമ്പം അവർ എക്സ്ട്രാ ഒരു അഡീഷണൽ ചാർജ് നമ്മളോട് വാങ്ങിക്കും. അപ്പം 1500 ആദ്യം പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ് സംസാരിച്ച് വേറെ 1-2 പേരെ കൊണ്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ 700 റുപ്പീസ് അവർ നമുക്ക് ടോക്കണിന് തരാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വ്യാഴാഴ്ച നല്ല ദിവസമാണ്. എൻ്റെ സഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്, മെയ് 2. അന്ന് നമുക്ക് തിരുപ്പതിയിൽ കുറച്ച് അന്നദാനങ്ങളും കൂടെ കൊടുക്കണം. അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്ന 5-ാം തീയതി തിരുപ്പതിയിൽ അവിടെ ജനുവരി 5 ഭഗവാന്റെ നിറവിളക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അവിടെ നിങ്ങൾക്ക് താമസത്തിനുള്ള കാര്യങ്ങളൊക്കെ അന്ന് അവിടെ സംസാരിക്കും. അപ്പം തൃശ്ശൂർ വെച്ചിട്ട് എല്ലാവരും ഒത്തുകൂടുക. നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മഞ്ജരീസിൽ നിന്ന് ആരെങ്കിലും കാണും. ഞാനൊരു റെസ്പോൺസിബിൾ പേഴ്സണെ അവിടെ നിർത്തും. അപ്പം അവരുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്ത് വരിക. ഞാൻ ചെന്നൈയിൽ നിന്ന് നിങ്ങൾ എത്തുന്നതിനേക്കാളും മുമ്പേ തിരുപ്പതിയിലെത്തും. കാരണം എനിക്കിവിടെ 2 മണിക്കൂറേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട. പിന്നെ ട്രെയിനിലൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വാങ്ങിക്കുക. ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും മഞ്ജരീസ് എടുക്കുന്നില്ല. കാരണം നമ്മളൊരു പാക്കേജ് യാത്രകളല്ല. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു താങ്ക് യു ശശി മാതാജി, നിങ്ങൾക്ക് ചിലർക്ക് ഫുഡ് വേണ്ടി വരും, ചിലർക്ക് ഫുഡ് വേണ്ടാത്തതുണ്ടാവും. അപ്പോൾ നമുക്കൊരു പാക്കേജ് യാത്രകളൊന്നും തന്നെ വേണ്ട. നമ്മളുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് നമ്മൾ യാത്ര പോകുന്നു. 700 റുപ്പീസ് മാത്രം മഞ്ജരീസിലേക്ക് തരാം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള റൂമിൻ്റെ റെൻറ്റ് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മഞ്ജരീസിലൂടെ ഇവിടെ ഗെറ്റ് ടുഗദറിന് പ്ലാൻ ചെയ്യുന്നത് പോലെ അവിടുത്തെ റൂം റെൻറ്റ് എന്ന് പറയുന്നത് ഒരു റൂമിന് എത്ര രൂപയാണെന്നുള്ളത് ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ അതിലുള്ള കുറച്ച് 3 പേരായിട്ട് റൂമിൽ ഷെയർ ചെയ്യാം. അപ്പം ആ റൂം റെൻറ്റ് നിങ്ങൾ 3 പേരും തന്നെ ഷെയർ ചെയ്ത് അതാത് റൂമിൻ്റെത് അവിടുത്തെ റിസപ്ഷനിൽ അടയ്ക്കുക. പിന്നെ അവിടുന്ന് മേലോട്ട് തിരുമലയിലോട്ട് കയറാൻ വേണ്ടി നമ്മളൊരു വണ്ടി അറേഞ്ച് ചെയ്യും. ആ വണ്ടിക്കാരനോട് സംസാരിച്ചിട്ട് എത്ര എമൗണ്ട് എന്നുള്ളത് ചോദിച്ചതിന് ശേഷം ഗ്രൂപ്പിനെ ഞാൻ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് ഡ്രൈവർക്ക് വണ്ടിക്കാരന് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 2000 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് തരാം. ടിക്കറ്റ് നമുക്ക് ട്രെയിനിലുള്ള ടിക്കറ്റ് മെയ് 2 നമ്മുടെ എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്നാണ് വണ്ടിയുള്ളത്. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വണ്ടി എനിക്കൊരു സംശയമുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അതൊന്ന് കൺഫേം ചെയ്ത് തരാം. തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. അല്ല എങ്കിൽ പാലക്കാട് നിന്ന് തിരുപ്പതിയിലേക്കുള്ള വണ്ടി ഞാൻ ബുക്ക് ചെയ്ത് തരാം. ഓക്കെ, കാരണം നമുക്ക് ഇങ്ങനെ പാക്കേജ് യാത്രകൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ യാത്രകൾ, കാരണം നമ്മളുടെ എക്സ്പെൻസ് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് പാക്കേജ് യാത്രകൾക്ക് എനിക്ക് തീരെ താല്പര്യമില്ല. മോനെ, നമുക്കേ തിരുപ്പതി, ആന്ധ്രയിലേക്ക് തിരുപ്പതിയിലേക്ക് കേരളത്തിൽ നിന്ന് എവിടുന്നാ വണ്ടി? തൃശ്ശൂരിൽ നിന്നാണോ പാലക്കാട് നിന്നാണോ? മെയ് 2 നോക്കൂ തിരുപ്പതിയിലേക്ക്. ആ, നോക്കട്ടെ. ചാർട്ടായിട്ടില്ല അല്ലെ? മെയ് 2 നമുക്ക് വണ്ടി ഉണ്ടോ? ആ, ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറയണേ. നോക്കിയിട്ടൊന്ന് പറ മോനെ. മെയ് 2 എനിക്ക് വേണം. മെയ് 2 നമുക്ക് തിരുപ്പതി ടോക്കൺ റെഡി ആയിട്ടുണ്ട്. ആ, ശരി മോനെ. എൻ്റെ ട്രാവൽ പാർട്ട്ണറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അവരുടെ വഴിയാണ് ചെയ്യാറ്. അപ്പം അല്ല, അങ്ങനെ കണ്ണൂരിൽ നിന്ന് നിങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നായിട്ട് നിങ്ങൾ കയറരുത്. എല്ലാവരും നേരെ തൃശ്ശൂർ വരിക. അതെന്താ അറിയോ ശ്രീകണ്ഠൻ പ്രഭു, ഞാൻ പറയാൻ കാരണം കോഴിക്കോട് നിന്ന് എനിക്ക് വണ്ടിയില്ല. കാരണം ഞാൻ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാലിക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല ട്രെയിന്. നേരെ പാലക്കാട് നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നായിരുന്നു എനിക്ക് വണ്ടി എന്നാണ് അന്ന് ആ കുട്ടി പറഞ്ഞത്. അപ്പം എല്ലാവരും തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് എത്തുക.
നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ ഇവിടുന്ന് കേരളത്തിലേക്ക് വന്നോളാം, വന്നിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിലും പോകാം. എനിക്ക് ഇവിടുന്ന് 2 മണിക്കൂറുകൾ അത്രയും യാത്ര ഞാൻ ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം മെയ് 2 അന്ന് നമ്മൾ തിരുപ്പതിയിൽ 108 അന്നദാനം കൊടുക്കുന്നു. ഹാപ്പി? അപ്പം നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പം ആ ദിവസം മെയ് 2 ആരും മറക്കണ്ട. മെയ് 2 നമ്മൾ അവിടേക്ക് യാത്ര പോകുന്നു. ഹലോ മോനെ പറ. അപ്പം നേരത്തെ തന്നെ എല്ലാവരും മാക്സിമം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹലോ 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 ഇപ്പം പറഞ്ഞുതരാം ആ ദിവസത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിലുള്ളവരും പറ മോനെ. ഡെയിലി വണ്ടിയുണ്ട് പാലക്കാട് നിന്നും തൃശ്ശൂരിനും. അത് കുഴപ്പമില്ല. ആ ചാർട്ട് ഓപ്പൺ ആയ ഉടനെ എനിക്കൊരു 25 സീറ്റ് കേട്ടോ. ആയിക്കോട്ടെ മോനെ, ഓർത്ത് വെച്ചോളൂ. സ്റ്റാർട്ട് ആയ ഉടനെ മെയ് 2 25 സീറ്റ് തൃശ്ശൂർ ടു തിരുപ്പതി. വിളിക്കാം മോനെ. ശരി ശരി ശരി. അപ്പൊ തൃശ്ശൂരിൽ നിന്നുണ്ട്, എല്ലാവരും തൃശ്ശൂർ വരിക. വേണമെങ്കിൽ നിങ്ങൾ തലേ ദിവസം വന്നിട്ട് ഗുരുവായൂർ നിന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ദർശനം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ അവിടുന്ന് പോകാനുള്ള അറേഞ്ച്മെൻറ്റ്സും കൂടെ ചെയ്യാം. ക്ലിയർ? തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ എളുപ്പമാണ്. തൃശ്ശൂർ വന്നോളൂ, തൃശ്ശൂരാണ് ഏറ്റവും ബെസ്റ്റ്. തൃശ്ശൂർ ടു തിരുപ്പതി യാത്ര മെയ് 2 ഗുരുവായൂർ മഞ്ജരീസിലൂടെ. ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എക്സ്പെൻസുകൾ നോക്കുക. യാതൊരു എക്സ്പെൻസിലും ഞാനോ മഞ്ജരീസ് അഡ്മിൻസോ ഇടപെടുന്നതായിരിക്കില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ട്രെയിൻ ടിക്കറ്റ് തരിക, അവിടുത്തെ ടോക്കൺ ദർശൻ 700 റുപ്പീസ് അത് നിങ്ങൾ പേ ചെയ്യുക. ഇത് മാത്രം ചെയ്യുക. പിന്നെ അവിടുത്തെ റൂം റെൻറ്റ് ഇൻഡിവിജ്വലായിട്ട് തന്നെ പേ ചെയ്യുക. നിങ്ങൾ തന്നെ 3 പേരായിട്ട് റൂം ഷെയർ ചെയ്യുക. ആ റൂമിൻ്റെ ഷെയറിങ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ അവിടെ റിസപ്ഷനിൽ കൊടുക്കുക. താഴേന്ന് തിരുമലയിലേക്ക് പിടിക്കുന്ന വണ്ടിയുടെ എമൗണ്ട് ഡ്രൈവറുമായിട്ട് നമുക്ക് സംസാരിക്കാം. ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ മെയ് 2 നിങ്ങൾക്ക് തിരുപ്പതി ദർശനം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെയും ഭക്ഷണത്തിൻ്റെ എമൗണ്ടൊക്കെ നിങ്ങൾ തന്നെ ഇൻഡിവിജ്വൽ തന്നെ നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് പേ ചെയ്ത് പോവുക. നല്ല ഹോട്ടലുണ്ട് അവിടെ, ഉടുപ്പി ഹോട്ടലുണ്ട്. ഉള്ളി വെളുത്തുള്ളിയൊന്നും നമുക്കൊരു ഇതും ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല, കാരണം എന്തായാലും അത് അവിടെ കിട്ടും. പിന്നെ തിരുപ്പതി ഭഗവാന്റെ ഇതുണ്ടോ എന്നുള്ളത് നോക്കട്ടെ ഞാൻ, പ്രസാദം ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാം. 5th പോയാൽ അത് കിട്ടുവാണെങ്കിൽ നമുക്കത് കഴിക്കാം. എന്നിട്ട് അന്ന് വൈകിട്ടുള്ള റിട്ടേൺ ടിക്കറ്റും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നമുക്ക് ദർശനം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാനിപ്പോൾ ജനുവരി 5 പോകുന്നത് സഹസ്ര ദീപാലങ്കാരം, ഞാൻ ഭഗവാന്റെ സഹസ്ര ദീപാലങ്കാരം ദർശനത്തിനാണ്. അത് വലിയൊരു കോടി പുണ്യമാണ് ഭഗവാന്റെ ദർശനം അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത്. സഹസ്ര ദീപാലങ്കാര ദർശനത്തിനാണ് പോകുന്നത്. അപ്പം നോക്കട്ടെ, ഞാൻ മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ വല്ല അന്നത്തെ ദിവസം അവിടെ ഉണ്ടെങ്കിൽ ആ ടോക്കൺ ഞാൻ ബുക്ക് ചെയ്തേക്കാം. ഹാപ്പി ആയില്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോഴേ എനിക്ക് നിങ്ങൾ ആരൊക്കെ വരുന്നുള്ളതിൻ്റെ ദർശൻ എമൗണ്ട് 700, ദെൻ നിങ്ങളുടെ ആധാർ കാർഡ്, ഇത് രണ്ടും എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണം. ആധാർ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര്, ആധാർ നെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് 25 ടോക്കണാണ് ഞാൻ എടുക്കുന്നത്. 25-ൽ കൂടുതൽ ഞാൻ ടോക്കൺ എടുക്കില്ല, കാരണം നമുക്ക് പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ 25 ടോക്കണാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. വരാനുള്ളവർ ഒന്നുകിൽ ശിവപാർവതി, ഇല്ലെങ്കിൽ മാരാര്, ഇല്ലെങ്കിൽ ദിവ്യ, 3 പേരിൽ ആരെങ്കിലും ഒരാളുടെ കയ്യിൽ പേര് കൊടുക്കുക. മഞ്ജരീസിലേക്ക് വേണ്ട, മഞ്ജരീസിൻ്റെ ഫോൺ ഹാങ് ആണ്. അപ്പം നിങ്ങളുടെ അഡ്മിൻസിൻ്റെ കയ്യിൽ കൊടുക്കുക. ഗുരുവായൂർ മഞ്ജരീസ് ഗ്രൂപ്പ് മെമ്പർ ആണോ എന്ന് അവർ ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്കുള്ള തിരുപ്പതി ടോക്കൺ നമ്മൾ ബുക്ക് ചെയ്യത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഓക്കെ, ഒരുപാട് ബിന്ദു മാതാജി നേരെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവും. ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ട്രാവലിംഗ് പുറത്തുണ്ട്. പക്ഷേ ഇതേപോലെ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മഞ്ജരീസിലൂടെ പാക്കേജ് യാത്രകൾ ഞാൻ ചെയ്യില്ല. എനിക്ക് പാക്കേജ് യാത്രകൾക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ മഞ്ജരീസിലൊരു പ്രോഫിറ്റിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഡൊണേഷൻസ് നിങ്ങൾ തരുന്നുണ്ട്, അത് വെച്ച് മഞ്ജരീസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ട്രാവലിംഗ് നടത്തിയിട്ട് മഞ്ജരീസിലൂടെ നമുക്കൊരു സേവിങ്സിൻ്റെ ആവശ്യമില്ല. എനിക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു ചാരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ അതിനുള്ള ചാരിറ്റി ഫണ്ട് തരുന്നുണ്ട്. സോ നമ്മളത് പേര് പറഞ്ഞ് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ടെമ്പിൾ ഡൊണേഷൻസ് ആണെങ്കിലും നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല അന്നദാനമാണെങ്കിലും നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. നമുക്കത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരിത് വേണ്ട. പിന്നെ എന്തെങ്കിലും ഒരു എമൗണ്ട് മഞ്ജരീസിൽ കളക്ട് ആവണമെന്നുണ്ടെങ്കിൽ മഞ്ജരീസിലൂടെ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഷോപ്പും ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു പ്രോഫിറ്റും, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റ് മാത്രം മഞ്ജരീസിൽ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു യാത്ര ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്സ് അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാനാണ്. നമ്മളെല്ലാവരും അങ്ങനെ നിന്നാൽ മതി. അത് എൻ്റെ ഒരു സ്ട്രോങ് ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ യാത്രകളിലുള്ള ഒരു പ്രോഫിറ്റ്സും മഞ്ജരീസിന് വേണ്ട.
എന്താവശ്യം ഉണ്ടെങ്കിലും മഞ്ജരീസിലൂടെ ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുന്നുണ്ട്. അത് മതി. ക്ലിയർ? അപ്പോൾ എല്ലാവരും റെഡിയാവുക. നമുക്ക് മെയ് 2 ഒരേപോലെ, എനിക്കും ടോക്കൺ ഞാൻ അവിടെ തന്നെയാണ് അന്ന് എടുക്കുന്നത് 700. അപ്പോൾ നമുക്ക് ഒരുപോലെ ഷെയർ ചെയ്ത് ഒരേപോലെ സന്തോഷത്തോടു കൂടി നമുക്ക് യാത്ര പോയിട്ട് വരാം. ഹാപ്പിയാണോ എല്ലാവരും? 3 ഇതിനും അവൈലബിൾ ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രൗഡാണ് നമുക്ക്. അതാണൊരു വിഷയം. നല്ല തിരക്കായിരുന്നു. നമുക്ക് നോക്കാം, നമുക്ക് ഒരു VIP പാസിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ. മെയ് 2 ആടിയും പാടിയും കളിച്ചും ചിരിച്ചും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ശ്രീമദ് ഭാഗവത് എന്നാ പറയാൻ വരുന്നത്, ഭഗവത്ഗീതയിലൂടെ, ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? കർമ്മയോഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. കർമ്മയോഗത്തിൽ നമ്മൾ 22ാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു നീങ്ങുന്നില്ല, കർമ്മയോഗം ഒട്ടും നീങ്ങുന്നില്ല, നല്ലോണം ഡിലേ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ കളിയും ചിരിയും തമാശയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മാക്സിമം ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതിൽ 43 ശ്ലോകങ്ങളുണ്ട്. 2 ദിവസം നിങ്ങൾ അവിടുന്ന് 1-ാം തീയതി വൈകിട്ട് കയറുന്നു, 2-ാം തീയതി തിരുപ്പതി എത്തുന്നു, 2-ാം തീയതി തിരുപ്പതി ഭഗവാന്റെ ദർശനം എടുക്കുന്നു, അന്ന് വൈകുന്നേരമുള്ള ട്രെയിൻ നിങ്ങൾ തിരിച്ചു പോകും. നിങ്ങളെല്ലാവരും ട്രെയിൻ കയറ്റിയിട്ടേ ഞാൻ ചെന്നൈക്ക് വരും. അപ്പം 2-ാം തീയതി വൈകിട്ടും പോയാലും നിങ്ങൾ 3-ാം തീയതി അവിടെ എത്തും. ഒരു ദിവസം യാത്ര. ഓക്കെ, ഓക്കെ, വരൂ മാതാജി, ബുക്ക് ചെയ്യാമെന്നോ. ഞാൻ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം, ഗ്രൂപ്പിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. ഗ്രൂപ്പിലില്ലാത്തവരെ നമ്മൾ കൊണ്ടുപോവില്ല. പിന്നെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് പിന്നെയും തിരിച്ചു വരിക, അങ്ങനത്തെ ഇതൊന്നും ഇനിയില്ല. കാരണം ഗ്രൂപ്പിലുള്ളവരാകുമ്പോൾ നമുക്ക് അവരുമായിട്ടൊരു റെഗുലർ കോൺടാക്റ്റ് ഉണ്ട്. അല്ലാതെ പുറത്ത് നിന്ന് വരുമ്പോൾ നമ്മളുടെ മഞ്ജരീസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് മനസ്സിലാവില്ല, മഞ്ജരീസ് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ മാത്രം അലൗ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 22ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തപ്യം വർത്ത ഏവച കർമ്മണി. ഇതിനർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഭഗവാൻ പറയുന്നു, പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. എന്താ പറയുന്നത്? ഭഗവാന് 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് ഒരു കാര്യവും ഇല്ലാന്ന്. എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി ഒന്നുമില്ല. സകലതും ഭഗവാനുണ്ട്. ആലോചിച്ച് നോക്കണം, സകലതും ഭഗവാനുണ്ട്. ഞാൻ അതാണ് ആദ്യം മുതലേ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോൾ വലുതായിട്ട് കൊടുക്കണം എന്നൊന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ എന്തുണ്ടോ അത് കൊടുത്താൽ മതി, അതിൽ കൂടുതൽ ഒന്നും കൊടുക്കണ്ട. ഇപ്പോൾ ഇവിടെ ഞാൻ ഭഗവാന്റെ മുമ്പിൽ നെയ്വിളക്കാണ് കത്തിക്കുന്നത്. നെയ്വിളക്കും ഒരു എണ്ണയുടെ ഒരു വിളക്കും കിടാവിളക്കായിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പലരും എനിക്ക് നെയ്യ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടിൻ നെയ്യാണ് ഇവിടെ വാങ്ങിച്ചു വെക്കാറ്. ടിൻ നെയ്യ്, ടിൻ എണ്ണ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിച്ചു വെച്ചിട്ടാണ് നമ്മൾ കിച്ചൂട്ടൻ്റെ മുമ്പിൽ കത്തിച്ചു കൊടുക്കുന്നത്. സോ അങ്ങനെ നമ്മളെ കൊണ്ടാവുന്നത് എന്തായാലും, ഇനി അത് ഒരു പിടി അവിലായാലും ഭഗവാൻ സ്വീകരിക്കും. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് കോടിക്കണക്കിന് രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായ സംഭവബഹുലമായ സാധനം കൊടുക്കണം, ഭഗവാന്റെ കണ്ണു നിറച്ചും കാണാൻ മാത്രം കൊടുക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപിയാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മേലെയാണ് ഭഗവാൻ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സാരല്ല സരസ്വമ്മ, അമ്മ നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിക്കും, അമ്മയെ ഞാൻ കൊണ്ടുപോകാം. പുറത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ നാട്ടിൽ വരുന്നതിനനുസരിച്ച് എന്നെ അപ്ഡേറ്റ് ചെയ്യൂ, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്യാം, നിങ്ങളുടെ കൂടെ ഞാൻ വരാം. ഓക്കെ, ഞാൻ അപ്പോൾ കൊണ്ടുപോകാം. നമുക്ക് അതിനനുസരിച്ച് ഡേറ്റ് പ്ലാൻ ചെയ്തു പോകാം, വിഷമിക്കേണ്ട. മഞ്ജരീസിൽ എന്തിനാ ഒരു സൊല്യൂഷൻ ഇല്ലാത്തത്? നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ വിളിക്കൂ. നാട്ടിൽ വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ഓമനക്കുട്ടനൊക്കെ പുറത്താണ്, US-ലാണ്. അപ്പോൾ ഓമനക്കുട്ടൻ വരുമ്പോൾ ഓമനക്കുട്ടനെയും കൊണ്ടുവന്ന് പോകണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പുറത്തുള്ള ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യും. അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വരാം, നമുക്ക് പോകാം. വിഷമിക്കേണ്ട, നമുക്ക് പോവാം, ധൈര്യമായിട്ടിരിക്കൂ. അപ്പോൾ ഭഗവാൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും മുകളിലാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? നമ്മുടെ ചിന്തകളൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്താണ് ഭഗവാൻ. ആ ഭഗവാന്റെ കണ്ണ് നിറച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കൂല, വയറ് നിറച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരു നെൽമണി എടുത്തിട്ട് ഭഗവാന് കൊടുത്തിട്ട് പറയാ, ഭഗവാനെ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ പറയുന്ന വാക്ക് യാഥാർത്ഥ്യമായിരിക്കണം, അത് മാത്രമായിരിക്കണം നമ്മുടെ കയ്യിലുള്ളത്. അല്ലാതെ നമ്മളൊരു നെൽമണി എടുത്തിട്ട് കൃഷ്ണ ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് കൊടുക്കരുത്. നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ എങ്കിൽ അത് കൊടുക്കുക. ഉള്ളതിനനുസരിച്ച് കൊടുത്താൽ ഭഗവാൻ ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? ഇനി അതല്ല എങ്കിൽ ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്താ പറയുക, ഇതൊന്നും കൊടുക്കാനില്ല നമ്മളെ കയ്യിലെങ്കിൽ ഭഗവാൻ ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ അതിലും ഭഗവാൻ ഹാപ്പിയാണ്.
കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. സാരില്ല, ശ്രീകണ്ഠൻ പ്രഭു വരുമ്പോൾ പറഞ്ഞാൽ മതി. ശ്രീകണ്ഠൻ പ്രഭു, സന്തോഷേട്ടൻ, അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് പോവാം കേട്ടോ, ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഭഗവാൻ എന്ന് പറയുന്നൊരു സത്യം. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഭഗവാൻ. നമ്മൾ നമ്മുടെ ജീവിത രീതികളൊന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റും. ഞാനിത് എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. എന്നാൽ ഭഗവാന് നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം ഭഗവാൻ ഇഷ്ടമാണ്. പക്ഷെ ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു കൃത്യത വേണം. തോന്നിയ സമയത്ത് തോന്നിയ പോലെ ഭഗവാന്റെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക. ആ സമയത്ത് ഇപ്പം നമ്മൾ അവിടെ ഇല്ല എങ്കിൽ, വീട്ടിലില്ല എങ്കിൽ ഭഗവാനോട് നമ്മൾ പറയാം. എമർജൻസി ആയിട്ടൊന്ന് പോയി നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ, ഗുരുവായൂരപ്പ ഞാൻ അവിടെ ഇല്ല. അതിനെയാണ് നമ്മൾ മാനസപൂജ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മാനസപൂജയിലൂടെ ഭഗവാനുമായിട്ടൊരു ബന്ധം വെക്കുക. ഇനി നമ്മൾ ഉണ്ടെങ്കിൽ മാനസപൂജ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബന്ധം വെക്കുക. അങ്ങനെ നമ്മൾ ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഭഗവാനുമായിട്ട് നമുക്കൊരു വലിയൊരു ബന്ധം കിട്ടും. അങ്ങനെ ബന്ധം വരുമ്പോൾ നമ്മൾ എന്താണെന്നറിയോ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഉറക്കം അറിയാം അല്ലേ, നമ്മൾ ഉറങ്ങുന്നു. പക്ഷെ നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങിപ്പോവാണോ ഏതോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ശരി നമ്മൾ അറിയില്ല നമ്മൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്നു. നമുക്ക് വേണ്ടി ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങളിലാണ് നമ്മൾ കണക്റ്റ് ആയി കിടക്കുന്നത്. അവിടെ പൈസ കൊടുക്കണം, ഇവിടെ പൈസ കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വീട്ടിലങ്ങനെ വീട്ടിലിങ്ങനെ, ഇങ്ങനെയുള്ള നിസാരം കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളിലൂടെ ഇത് വലുതാണ്. പക്ഷെ ഭഗവാൻ നമ്മൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും വലുതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും വലുതല്ല. അദ്ദേഹം നമ്മളിലൂടെ നമ്മൾക്ക് വേണ്ടി നമ്മൾ പോലും അറിയാതെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഒരു സേഫ് സോണിൽ നിർത്തിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഭഗവാനുമായിട്ടൊരു ആത്മബന്ധമാണ്. ആ ഒരു ആത്മബന്ധം നമ്മൾ വിഷ്ണു ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ഒരു ആത്മബന്ധം നമ്മൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനോട് ഒരു ഡെഡിക്കേഷൻ, ഒരു കൃതജ്ഞത, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ മര്യാദകളുണ്ട്. മനസ്സിലായില്ലേ? നമ്മളുടെ ആവശ്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് ഗുരുവായൂരപ്പനെ നമ്മൾ മാറ്റരുത്. ഇപ്പം നമ്മുടെ ഏതൊരു സുഹൃത്ത് എവിടെ ഉണ്ടെങ്കിലും, നമ്മുടെ വീട്ടുകാരാണെങ്കിലും ആരായാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കാണാൻ പോകും. പക്ഷേ നമ്മൾ ആരെങ്കിലും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ ഗുരുവായൂരുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ നിൽക്കുന്നില്ല. നമ്മളുടെ ഒരു പ്രയാസം വരുമ്പോൾ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഗുരുവായൂർ പോകുന്നു. ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, കൃഷ്ണ അങ്ങയെ കാണാൻ ഞാനിന്ന് വരുന്നു, എനിക്ക് അങ്ങയെ കാണണം എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ പോവാം. അതിൽ നമ്മൾ മറ്റൊന്നും നോക്കരുത്. നമ്മളിൽ ഒരാളായിട്ട് ഭഗവാനെ കാണാം. ഭഗവാനുമായിട്ടൊരു ആത്മബന്ധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് ഭഗവാനോട് നമുക്കൊരു വലിയൊരു ബന്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൈവിടൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവാൻ പറയുന്നു, പാർത്ഥ, ഈ 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. അതായത് ഭഗവാന് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഈ ലോകങ്ങളിൽ. എനിക്ക് ഇല്ലാത്തതായിട്ടോ ആവശ്യമായിട്ടായിട്ടോ ഒന്നുമില്ല. അതായത് ഭഗവാൻ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഭഗവാൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അതും ഇല്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും ഭഗവാൻ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഭഗവാനെ പേടിച്ചിട്ടാണ് സൂര്യദേവൻ പോലും കൃത്യസമയത്ത് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. അതിൽ ഒരു സെക്കൻഡ് പോലും ഭഗവാൻ ഒരു ഇത് വെക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. ഈവൻ ഞാനും ചെയ്യുന്നില്ല, നിങ്ങളും ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വാസ്തവം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിറവേറ്റുക. അങ്ങനെ നിറവേറ്റുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മളാരും താഴ്ന്നു പോകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. ആ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ് ജീവിതത്തിൽ. നമ്മൾ തിന്നാനും കുടിക്കാനും ഒക്കെ ഒരു കൃത്യനിഷ്ഠ കണ്ടെത്തുന്നത്. ഉച്ചയായി ചോറുണ്ണണം, വൈകിട്ടായി ഭക്ഷണം കഴിക്കണം, 4 മണിയായി ചായ കുടിക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിനൊക്കെ കൃത്യതയുണ്ട്. പക്ഷേ ഈശ്വരീയ കാര്യങ്ങളിൽ ഒരു കൃത്യതയില്ല എന്നുള്ളതാണ്. മാക്സിമം ലൈവ് ഷെയറിങ് വളരെ കുറവാണ്. ഈശ്വരീയ കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരു കൃത്യതയില്ല. ആ കൃത്യതയില്ലായ്മയാണ് നമ്മുടെ ജീവിതം നിരന്തരം താഴേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം ഒരിക്കലും താഴേക്ക് പോവരുത്. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും ഈശ്വരീയ കാര്യങ്ങളിൽ ഒരു കൃത്യനിഷ്ഠ വയ്ക്കുക. ഇന്ന് മുതലെങ്കിലും 5:30 മണിക്ക് ഞാൻ എഴുന്നേക്കും എന്ന് പറഞ്ഞാൽ 5:30 മണിക്ക് തന്നെ എഴുന്നേക്കാം. നമുക്ക് ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, വയ്യായ്ക ഉണ്ടാവും, മടി ഉണ്ടാവും, തണുപ്പുണ്ടാവും, പലതും ഉണ്ടാവും.
കാരണം ഭഗവാനോട് അടുക്കും തോറും മായ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ മായയുടെ പിടിയിൽ നമ്മൾ പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടേതായ ഒരു തീരുമാനത്തോടു കൂടി, സ്ട്രോങ് ആയ തീരുമാനത്തോട്, ചെയ്യണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യരുത്. എന്തു വന്നാലും ചെയ്യരുത്. എന്തും സംഭവിച്ചോടെ ചെയ്യരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ അതെന്ത് പ്രതികൂലമല്ല അനുകൂലമല്ലാത്ത എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ചെയ്തേ പറ്റൂ. അത് ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പം നമ്മുടെ ജീവിതം വളരെയധികം താഴേക്ക് പോകും. നമ്മൾ ആരും താഴ്ന്നു പോകരുത് ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈദിക സാഹിത്യം നമ്മൾ പഠിക്കുന്നത് വൈദിക സാഹിത്യമാണ്. ഈ വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ അമ്മ. വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? തമശ്വീരാണാം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവതം പദീം പദീനാം പരമം പരസ്താത് വിധാമദേവം ഭുവനേശമീഢ്യം ന തസ്യ കാര്യം കരണം ച വിദ്യതേന തത് സമശ്ചാധ്യാദികശ്ച ദൃശ്യതേ പരാസ്യ ശക്തിർവിവിധൈവ ശ്രൂയതേ സ്വാഭാവികി ജ്ഞാനബലക്രിയാച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് വെച്ചാല്, നിയന്താക്കളെ എല്ലാം ശ്രീ ഭഗവാൻ നിയന്ത്രിക്കുന്നു. ശരിയല്ലേ? ഈ ബ്രഹ്മാണ്ടം മുഴുവൻ, ഈ ബ്രഹ്മാണ്ടം മാത്രമല്ല, സകല ബ്രഹ്മാണ്ടങ്ങളും ഭഗവാൻ നിയന്ത്രിക്കുന്നു. എല്ലാം ഭഗവാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നാനാഗ്രഹാധിപതികളിൽ വെച്ച് ശ്രേഷ്ഠമാണ് അവിടുന്ന്. എല്ലാത്തിൻ്റെയും മുകളിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അല്ലെ? എല്ലാത്തിൻ്റെയും മുകളിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും മുകളിലാണ് ഗുരുവായൂരപ്പൻ. എന്നാലും നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ ദൂരത്തിൽ, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ, നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചാൽ കാണാൻ പറ്റുന്ന ദൂരത്തിൽ ആ ശ്രീകോവിലിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ചിന്തിക്കുന്ന എന്താ? ഒരു ലംബോർഗിനി കാർ. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു BMW, അയ്യോ ചാൻസേ ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകളിൽ ഏറ്റവും വലുത്. പക്ഷേ അതിൻ്റെയും എത്രയോ മുകളിലാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ കൃത്യനിഷ്ഠയോടുകൂടി കൃത്യമായിട്ട് സകല ബ്രഹ്മാണ്ടങ്ങളെയും നിയന്ത്രിക്കുന്ന ഗുരുവായൂരപ്പൻ. ഒരു വീട്ടിലെ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 തരത്തിലുള്ള ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വട്ടാവും. ഒരു ദിവസം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ദിവസം അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലുമില്ല. ആലോചിക്കണം. സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ പറയാം. പക്ഷേ ഒരു പുൽക്കൊടി തുമ്പ് മുതൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത എന്താ പറയുക, അമീബ, പാരമേസിയം പോലെയുള്ള ജീവജാലങ്ങൾ മുതൽ ആനയും തിമിംഗലവും വരെയുള്ള വലിയ 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 ജീവജാലങ്ങളെ വരേക്കും അദ്ദേഹം ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ രൂപഘടന മുതൽ, അവരുടെ ജീവിതം മുതൽ, അവരുടെ ആവാസ വ്യവസ്ഥ മുതൽ, അവരുടെ സമയം മുതൽ, നിമിഷം മുതൽ എല്ലാം കൃത്യമായിട്ട് അദ്ദേഹം നിയന്ത്രിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മളും ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര വലിയ വിഡ്ഢികളാണ് നമ്മളെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? എത്ര വലിയ വിഡ്ഢികളാണ് ഞാനും നിങ്ങളെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലെ? എല്ലാം ഗുരുവായൂരപ്പന്റെ നിയന്ത്രണത്തിലാണ്. എന്നിട്ടും വിഡ്ഢികളായ മനുഷ്യന്മാരെന്താ പറയാ? ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനാണ്, ഞാനൊരാളാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്, എൻ്റെ കഴിവാണ് ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നത്. എത്ര വലിയ വിഡ്ഢിത്തരം നിറഞ്ഞ വാക്കുകളാണ് മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നത്. എത്ര മോശം വാക്കുകളാണ് വരുന്നത്. ആര് എവിടെ നിയന്ത്രിക്കുന്നു? എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇതറിയാതെ നമ്മൾ നമ്മുടെ ബാങ്കിൽ കുറച്ച് പൈസയുണ്ടെങ്കിൽ അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും നിഴലിൽ ബന്ധുമിത്രാദികളെല്ലാം മറന്ന് ഞാനെന്ന ഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു 5 പവൻ്റെ മാലയും കൂടെ കഴുത്തിലുണ്ടെങ്കിൽ പിന്നെ സഹോദരങ്ങളെ ഓർമ്മയുണ്ടാവില്ല, മറ്റുള്ളവരെ ഓർമ്മയുണ്ടാവില്ല, ഉപകാരം ചെയ്തു തന്നവരെ ഓർമ്മയുണ്ടാവില്ല, ആരെയും ഓർമ്മയുണ്ടാവില്ല. എല്ലാം ഞാനെന്ന ഭാവത്തിലായി. ഒന്ന് ഗൾഫ് പോയി 10 രൂപ ഉണ്ടാക്കുമ്പോഴേക്ക് എന്താ വിചാരം? എന്താ പറയുക, ആ അവസ്ഥകൾ, നമ്മൾ ചില സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമല്ല, നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് അത് പറ്റില്ല, താഴെ ഇരിക്കാൻ കഴിയില്ല, എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതില്ലാതെ പറ്റില്ല, സാഹചര്യങ്ങളെല്ലാം മറന്നു പോവാണ്. ശരിക്കും പറയാം, എനിക്ക് ഇങ്ങനെയുള്ള വ്യക്തികളോട് ഭയങ്കര പുച്ഛമാണ്. ഞാൻ അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. ആരും മണിമാളികയിലൊന്നും പറന്നു വീണവരല്ല, ആരും മണിമാളികയിൽ പറന്നു വീണവരല്ല. എല്ലാവരും സാധാരണക്കാരായിട്ട് ജനിച്ചു വളർന്നവരാണ്. മനസ്സിലായില്ലേ? എനിക്കുണ്ടാവുന്ന ഡ്രസ്സായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത്, നിങ്ങൾക്കുണ്ടാവുന്ന മൊബൈലായിരിക്കില്ല ചിലപ്പോൾ എനിക്കുണ്ടാവുന്നത്.
ഇതിൻ്റെ അടിസ്ഥാനത്തിലും ചിലപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് റോൾഡ് ഗോൾഡ് ആയിരിക്കും, നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്നത് ഗോൾഡ് ആയിരിക്കാം. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരാളെ ഞാൻ വാല്യൂ ചെയ്യില്ല. അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ ഓപ്പണായിട്ട് പറയണം, എനിക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധങ്ങളോടും താല്പര്യമില്ല. മനസ്സിലാവുന്നില്ലേ? ഉള്ളതിൽ ഓണം പോലെ ഒരേ മനസ്സോടെ ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരേപോലെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവർക്ക് മഞ്ജരീസിൽ നിൽക്കാം. അവരുടെ കൂടെ മഞ്ജരീസ് എന്നും ഉണ്ടാവും. അല്ലാതെ ഒരു ജോലിയുടെയും ഒരു സ്ഥാനത്തിൻ്റെയും ഒന്നിൻ്റെ പുറത്തും നമ്മൾ ആരെയും ഡിഫറൻസ് ചെയ്ത് നോക്കരുത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സന്തോഷ് ചേട്ടനും ശ്രീകണ്ഠൻ പ്രഭുവൊക്കെ. അവരൊക്കെ പട്ടാളത്തിൽ എത്ര ഉയർന്ന പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്നറിയാമോ? ആലോചിക്കണം. ഈ സന്തോഷ് ചേട്ടൻ കേണലാണ്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. കാരണം എന്താ അറിയോ, എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും മഞ്ജരീസിലൂടെ ആർക്ക് എന്തൊരു കാര്യത്തെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറയൂ മഞ്ജരീസ് എന്നാന്ന് പറയാം. എന്ത് പറ്റി, എന്താണ് ചെയ്യേണ്ടത്, വേണ്ട ഉപദേശം കൃത്യമായിട്ട് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. എത്രയോ ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്, എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്, എത്രയോ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ആർട്ടിസ്റ്റുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല മഞ്ജരീസിൽ ആരും ഉണ്ടെന്ന്, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്ര ഗൾഫ് എംപ്ലോയീസ് ഉണ്ട്. ഈ ജയന്തി മാതാജിക്ക് ഫാമിലിയോടെ ഗൾഫിലാണ്. റൂബി മാതാജി, ജയന്തി മാതാജി, ജയ മാതാജി, അതുപോലെ വേറെയും ഒരു ഇസ്രായേലിലുള്ള ഒരു മാതാജി, ഒരു പേരെടുത്ത് പറയാൻ പറ്റില്ല, സുജ മാതാജി, ഇവരൊക്കെ ഗൾഫിലാണ്. ജോലി ഇല്ലാത്തവരുണ്ട് മഞ്ജരീസിൽ, ജോലി ഇല്ലാത്തവരുണ്ട്. ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെയാണ് പോകുന്നത്. ഒരേ മനസ്സിൽ നിന്ന് ഒരു വ്യത്യസ്തത മഞ്ജരീസിൽ കണ്ടാൽ പിന്നെ ഞാൻ അവരുമായിട്ടൊരു ബന്ധം വെക്കാറില്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള ആളുകളായിട്ടുള്ളൊരു ബന്ധം വേണ്ട. അതിൻ്റെ ആവശ്യം എനിക്കില്ലേ ഇല്ല. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു ആവശ്യമില്ല. വീട്ടുജോലി ചെയ്യുന്നവർ വരെ മഞ്ജരീസിലുണ്ട്. നമ്മുടെ മഹിളാമണി മാതാജി എന്താ ചെയ്യുന്നത്? പാവത്തിന് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ വെള്ളപ്പൊക്കത്തിൽ ആ പാമ്പ് കയറിയ വീട്ടിൻ്റെ അകത്ത് ആ ആലപ്പുഴയിൽ കിടന്നവരുണ്ട്. ജ്യോതി മാതാജി, അവർ ഗൾഫിലാണ്. എത്ര പേര്! അങ്ങനെയുള്ള മഹിളാമണി മാതാജിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് മഞ്ജരീസിലൂടെ അവർക്ക് വീട്ടു സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും മഞ്ജരീസ് ഒരേ മനസ്സോടെ കൈകോർത്തു. അപ്പോൾ എനിക്ക് മഞ്ജരീസിലൂടെ ഞാൻ കാണുന്നത് ആ ഒരേ മനസ്ഥിതിയാണ്. ആ മനസ്ഥിതി ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഭഗവാനുമായിട്ട് അടുക്കാനുള്ളൊരു യോഗ്യതയുള്ളൂ. ഒരുപാട് യോഗ്യതകൾ വേണം, അതിലൊരു യോഗ്യതയാണത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മഞ്ജരീസ് എന്ന് പറയുന്നതും വൈഷ്ണവ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈഷ്ണവ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ വന്ന് പിറന്ന നമ്മളെല്ലാവരും തുല്യരാണ്. ഒന്നിൻ്റെ പേരിലും നമ്മളെ ആർക്കും ആരെയും വേർതിരിക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കാണൂല്ല. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലാവുന്നില്ലേ? എനിക്കത് ഇഷ്ടമല്ല. എല്ലാവരും ഒരുപോലെയാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൈകൂപ്പുന്നത്. എല്ലാവരും ഒരുപോലെയാണ് കൈകൂപ്പുന്നത്. എല്ലാവരും ഒരേ നാമമാണ് ഉച്ചരിക്കുന്നത്, ഒരേപോലെയാണ് ഉച്ചരിക്കുന്നത്. അപ്പം ആ ഒരേപോലെ ഉച്ചരിക്കുന്ന, ഒരേ നാമത്തോടെ ഉച്ചരിക്കുന്ന ഒരേ വ്യക്തിയെ തന്നെയാണ് നമ്മളെല്ലാവരും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. ആ മനസ്സുള്ളവർക്കാണ് മഞ്ജരീസ് എന്ന് പറയുന്ന വീടിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. അറിയാമോ? അങ്ങനെ നമ്മൾ ഒരേ മനസ്ഥിതിയോടുകൂടി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഒരു വൈഷ്ണവൻ്റെ ഏറ്റവും നല്ല ജീവിതം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നതാണ്. മനസ്സിലാവുന്നില്ലേ? ഞാനും നിങ്ങളോടൊപ്പം ഗീത പഠിക്കുന്നു. ഗീത പറയുന്ന ഞാൻ ഇങ്ങനെയും, ഗീത കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനെയുമല്ല. നമ്മൾ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്നെ അമ്മൂന്ന് വിളിക്കണമെന്ന്, അല്ലെങ്കിൽ അമ്പിളിന്ന് വിളിക്കണം, അല്ലെങ്കിൽ മോളേന്ന് വിളിക്കണം. ഞാനും നിങ്ങളെ അങ്ങനെയാണ് വിളിക്കുന്നത്, ചേച്ചി, ചേട്ടാ. അപ്പം ആ മനസ്ഥിതിയിൽ നമ്മൾ ഭഗവാനോട് അടുക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തമ്മിൽ വേർതിരിപ്പിക്കാൻ ആർക്കും കഴിയരുത്. ശശി പ്രഭു ദുബായിലാണ്, ഒത്തിരി പേരുണ്ട് പുറത്ത്. പിന്നെ നമ്മുടെ മുരുകൻ പ്രഭു ദുബായിലാണ്. അപ്പോൾ ഒരിക്കലും സൈനമ ചേച്ചി ദുബായിലാണ്. അപ്പം നമ്മളെ ഒരിക്കലും ഒരു കാരണങ്ങൾ കൊണ്ടും നമ്മളെ വേർതിരിക്കാൻ ആർക്കും കഴിയരുത്. മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അത്രയേ ഉള്ളൂ. അതിൽ ഒരു പാർട്ട് ചാൻസേ ഇല്ല. മനസ്സിലായി? ഒരേ മനസ്സ്, ഒരേ ചിന്താഗതി, ഒരേ ലക്ഷ്യം, ഗുരുവായൂരപ്പൻ. ഇതാണ് മഞ്ജരീസ്. സോ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്.
ഒരാളും ഭഗവാന്റെ താഴെ എന്ന് പറയുന്ന ഒരു വേർഡിലില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ മുകളിൽ എന്ന് പറയുന്ന ഒരു വേർഡിൽ. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹത്തെ കാണാതെ ആരും താഴെ പോയി മറ്റൊരു നിയന്ത്രണത്തിലും ഇല്ല. അദ്ദേഹത്തെക്കാൾ മുകളിൽ ഒരാളും ഒരു നിയന്ത്രണത്തിലില്ല. മനസ്സിലായില്ലേ? എല്ലാവരും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ. ഭഗവാൻ തന്നെയാണ് ജീവജാലങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ അധികാരങ്ങളുണ്ട് അല്ലെ. മനുഷ്യന് മനുഷ്യൻ്റെതായ അധികാരമുണ്ട്, മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായ അധികാരങ്ങളുണ്ട്. ഇതെല്ലാം നൽകിയിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അവയൊന്നും സ്വയം പരമാധികാരിയല്ല. നമ്മളാരും സ്വയം പരമാധികാരത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരല്ല. ഞാൻ ഇങ്ങനെയാണ്, എൻ്റേത് ഇങ്ങനെയാണ്, ചാൻസേ ഇല്ല. ആ ഞാൻ എൻ്റെ അടുത്തങ്ങ് ദൂരെ കളയണം. ആദ്യം കളയേണ്ടത് ഞാൻ എൻ്റെ, എനിക്ക്, ആ ചിന്തയാണ്. നമ്മൾ നമ്മുടെ നമുക്ക്, എന്താണ്? നമ്മൾ നമ്മുടെ നമുക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നായി. ഞാൻ അതിനാണ് മഞ്ജരീസ് ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആടിപ്പാടി സന്തോഷിച്ചു ഒരേ മനസ്സോടെ ഇരിക്കൂ. അവിടെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. കൂട്ടത്തിൽ നിങ്ങളുടെ കിച്ചൂട്ടനും രാധാറാണിയും ഉണ്ടാവും. അവരെയും കൊണ്ടുവരും. മനസ്സിലാവുന്നില്ലേ? അവരെയും കൊണ്ടുവന്ന് പരസ്പരം വിളമ്പിക്കൊടുത്തും. ആരും അവിടെ വന്നിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്ത് തിന്നരുത്, അതും എനിക്കിഷ്ടമല്ല. പരസ്പരം വിളമ്പിക്കൊടുത്ത്, ഒരാൾക്ക് വെള്ളം വേണോ, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോയി എടുത്തിട്ട് വരട്ടെ, വെള്ളം കൊടുക്കുക. അപ്പുറത്ത് ഒരാളുടെ അടുത്ത് എന്താ പറയാ, ഒരാള് റൂമിൽ കിടക്കാൻ വേണ്ടി പോണു, കാണുന്ന വ്യക്തി വിരിച്ചിട്ട് കൊടുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും കൈകൊടുത്തും നല്ല മനസ്സോടെ, ഒരേ മനസ്സോടെ. അന്ന് കിച്ചൂട്ടന് പുഷ്പാർച്ചന ചെയ്യണം. അതെന്റെ മാത്രം ഡ്യൂട്ടിയല്ല, നമ്മുടെ എല്ലാവരുടെയാണ് കിച്ചൂട്ടൻ. 10-13 കൊല്ലം ഓക്കെ, ഞാൻ അദ്ദേഹത്തിന് ആരാധനകളും കാര്യങ്ങളെല്ലാം ചെയ്യും. ഇന്ന് നിങ്ങളുടെയും കൂടിയാണ് അദ്ദേഹം. നമ്മളെല്ലാവരുടെ വീട്ടിലും കൃഷ്ണ വിഗ്രഹം ഉണ്ട് അല്ലേ. പക്ഷെ ഇദ്ദേഹത്തിന് എന്തോ പ്രത്യേകത ഉണ്ട്. എല്ലാവരും വിളിച്ചാൽ അദ്ദേഹം വിളി കേൾക്കുന്നു. സോ അത് എൻ്റേതെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെയാണ്, നമ്മുടെ മാത്രമാണ് കിച്ചൂട്ടൻ. അപ്പൊ ആ കിച്ചൂട്ടന് നിവേദ്യം വെക്കാനും പൂ വെക്കാനും ഒക്കെ നിങ്ങളും കൂടൂ. നിങ്ങൾക്കും അതിനുള്ള അവസരം വരട്ടെ. ഇട കുപ്പിവള ഇടാം. നിങ്ങൾക്കും അതിനുള്ള അവസരം വരട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് ആരാധിക്കാം അല്ലേ. നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോവാം, മമ്മിയൂര് പോവാം, നാരായണംകുളങ്ങര പോവാം, ഗുരുവായൂർ ദർശനം നടത്താം. നമുക്ക് ഒരേപോലെ. ഇനി നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ വരുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്, അത് മഞ്ജരീസിന്റെയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് അവിടെ ക്ലീൻ ചെയ്യണം, എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് അടക്കി വെക്കണം. ഇനോഗ്രേഷൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നടത്തണം. അങ്ങനെ നമ്മുടേത്. അല്ലാതെ ഇതിൽ എൻ്റെ, നിന്റെ, അവന്റെ, ഇവന്റെ അങ്ങനത്തെ ടോക്കേ പാടില്ല മഞ്ജരീസിൽ. നമ്മൾ, നമുക്ക്, നമ്മുടേത്. ക്ലിയർ? അദ്ദേഹം സർവദേവന്മാർക്കും ആരാധ്യനും ഭരണാധികാരികളിൽ അഗ്രഗണ്യനുമാണ്. അദ്ദേഹം സർവ ദേവന്മാർക്കും ആരാധ്യനാണ്. ആര്? ശ്രീ ഗുരുവായൂരപ്പൻ. എല്ലാ ദേവീദേവന്മാരും അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഭരണാധികാരികളിൽ അഗ്രഗണ്യനാണ്. ഈ സമസ്ത ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹം ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര അഗ്രഗണ്യനാണ്. ആര്? ശ്രീ ഗുരുവായൂരപ്പൻ. മനസ്സിലാവുന്നില്ല? ഭയങ്കര അഗ്രഗണ്യനാണ്. വിട്ടു കൊടുക്കില്ല അദ്ദേഹം. ചെയ്യേണ്ടതുപോലെ കൃത്യമായിട്ട് ചെയ്യണം. ആ ഭരണാധികാരിയുടെ കീഴിലിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മൾക്കിടയിൽ ഒരു സ്ഥാനമാനങ്ങൾ വേണ്ട. മനസ്സിലായില്ലേ? ആ ഭരണാധികാരിയുടെ കീഴെയാണ് ആരിയിരിക്കുന്നത്? നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പം ആ ഭരണാധികാരിയായിരിക്കുന്ന രാജാവിനെ നമ്മളെല്ലാവരും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം, ആരാധിക്കണം, കൂടെ നിൽക്കണം. ആരും അദ്ദേഹത്തെക്കാൾ വലിയവനല്ല. ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ആരും അദ്ദേഹത്തെക്കാൾ വലിയവനല്ല. ഭൗതിക നേതാക്കളും നിയന്താക്കളും എത്രയോ സമുന്നതരും അവർക്കെല്ലാം പൂജനീയമാണ്. ഈ ഭൂമിയിൽ ആരൊക്കെ ഭൗതികമായിട്ട് മന്ത്രിയും രാഷ്ട്രപതിയും ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അദ്ദേഹത്തെയാണ് പൂജിക്കുന്നത് അല്ലെ. നമ്മളും പൂജിക്കുന്നത് അദ്ദേഹത്തെ തന്നെ. ആരും അദ്ദേഹത്തെ പൂജിക്കാതെ വിടുന്നില്ല. അപ്പം നമ്മളെല്ലാവരും തുല്യരാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ. കാരണങ്ങൾക്കെല്ലാം ആദി കാരണമാണ് അദ്ദേഹം. എന്തൊക്കെ കാര്യങ്ങളും കാരണങ്ങളും ഈ ഭൂമിയിലുണ്ടോ, ഈ ബ്രഹ്മാണ്ടങ്ങളിലുണ്ടോ, അതിനെല്ലാം കാരണം സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ക്ലിയർ? രാത്രിയാവാൻ ഒരു കാരണമുണ്ട്. എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നു. അതിനാരാണ് കാരണം? ശ്രീ ഗുരുവായൂരപ്പൻ.
പകലാവുന്നു, വെളിച്ചം വരുന്നു. ആരാ കാരണം? സൂര്യൻ ഉദിക്കുന്നു, ശ്രീ ഗുരുവായൂരപ്പൻ. മഴ പെയ്യുന്നു, ഋതുഭേദങ്ങൾ മാറി മാറി വരുന്നു, വസന്തം വരുന്നു, എല്ലാം വരുന്നു. എല്ലാത്തിനും കാരണം അദ്ദേഹം തന്നെ. അപ്പൊ എന്താ പറയുന്നത്? കാരണങ്ങൾക്കെല്ലാം ആദികാരണമായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ നമ്മൾ ആരാധിക്കണം, അനുസരിക്കണം, ഭയക്കണം, എല്ലാം വേണം. നമ്മൾക്കൊരേ ഒരു നാഥൻ ശ്രീ ഗുരുവായൂരപ്പൻ. അതിൻ്റെ താഴെയുള്ള നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ പോകുന്നു. സാധാരണ ജീവാത്മാവിൻ്റെ മൂർത്തരൂപം പോലെ അല്ല ശ്രീ ഭഗവാന്റേത്. നമ്മളെപ്പോലെയുള്ള ശരീരോ രൂപമോ അല്ല ശ്രീ ഭഗവാന്റേത്. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ആത്മാവും ശരീരവും വ്യത്യസ്തങ്ങളല്ല. നമ്മളുടെ ആത്മാവും ശരീരവും വ്യത്യസ്തമാണ്. കാരണം എന്താ? ആത്മാവ് നമ്മളോട് ഒന്ന് പറയും, ശരീരം വേറൊന്ന് പ്രവർത്തിക്കും. അപ്പുറത്തെ വീട്ടിലൊരു ചട്ടി ചെമ്മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല മണം, നമ്മളെ ശരീരം അത് ആസ്വദിക്കുകയാണ്. ഉടനെ നമ്മളുടെ ആത്മാവ് ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്നു, നീ വൈഷ്ണവ രീതിയിൽ ജീവിക്കുന്നവനാണ്. വൈഷ്ണവ ചിന്താഗതിയുള്ള നിന്റെ നാസാരന്ധ്രങ്ങളിലൂടെ അങ്ങനെ ഒരു സ്മെല്ല് വരാൻ പാടില്ല. വന്നാലും നീ അത് ആസ്വദിക്കാൻ പാടില്ല, നിന്റെ ചിന്തകളിലേക്ക് അത് വരാൻ പാടില്ല. ഇതൊന്നും പിന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് അങ്ങനെയൊക്കെ പറയും, പണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാ എന്ന ചിന്തയാണ് നമുക്ക്. ഇനി അപ്പുറത്തും ഇപ്പുറത്തും നോക്കി ആരും കാണുന്നില്ലെങ്കിൽ വെറുതെ ആവുന്ന എടുത്ത് തിന്നും നോക്കും. പക്ഷെ ഇപ്പം അങ്ങനെയുള്ളവരില്ല. ഇപ്പം വളരെ ബോൾഡായിട്ട് പോകുന്നു. എന്ന് ഈ അമ്പിളി മാതാജിയുടെ ക്ലാസ് കേട്ടു തുടങ്ങി അന്ന് തൊട്ട് പണ്ടാരെ ഇതൊക്കെ നിർത്തിക്കളഞ്ഞു മനുഷ്യൻ. ഇനിയിപ്പോൾ എന്തായാലും ജനുവരി 1 വരുന്നുണ്ട് 2024. അന്ന് മുതൽ സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെ. അതുവരെ ഞാൻ അടിച്ചു പൊളിച്ച് നോൺ വെജ് കഴിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ചെയ്യാം ശ്രീകണ്ഠൻ പ്രഭു. ജൂലൈയിൽ നമുക്കൊരു വൃന്ദാവൻ യാത്ര പ്ലാൻ ചെയ്യും. ജൂലൈൻ്റെ മുമ്പേ ഒരു വട്ടം പോകുന്നുണ്ട്, അഗെയിൻ ജൂലൈയിൽ ഒരു വട്ടം പോവാം. സൂപ്പർ, ഡെഫിനറ്റ്ലി. അപ്പോൾ എന്താണ്, അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. സോ ഭഗവാന്റെ ആത്മാവ് ശരീരം എന്ന് പറഞ്ഞാൽ അതൊന്നാണ്, ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ ആത്മാവ് ശരീരം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ചെയ്യരുത് എന്ന് ആത്മാവ് പറയും, ചെയ്യും നമ്മൾ. ഇതാണ് നമ്മുടെ സ്വഭാവം. ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതം താഴേക്ക് പോകുന്നത്. ചെയ്യണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനേ പോകരുത്, വിട്ടേക്കണം. പിന്നെ ആ ഭാഗം തിരിയരുത്. മനസ്സിലാവുന്നില്ലേ? നിരപേക്ഷനാണ് അദ്ദേഹം. അവിടുന്ന് ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യമാണ്. നമ്മുടെ മൂക്കും നാക്കും ചെവിയും ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ചെവി ഇങ്ങനെ കൂർത്തു പോകും. ഒരാളെ കുറ്റം പറയാം, മഞ്ജരീസിനെ കുറിച്ച് എന്തോ ഒരു കുറ്റമുണ്ട്, അത് കേൾക്കട്ടെ. അത് കേൾക്കാനായിട്ട് ചെവി ഇങ്ങനെ നീട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ പറ്റി എന്തോ കുറ്റം പറയുന്നുണ്ടോ, അയ്യോ പിന്നെ അടുക്കള ജോലിയില്ല, ഭർത്താവും ഇല്ല, മക്കളും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പറ, എന്നിട്ടോ അതായി മൈൻഡ്. ഫോൺ ചൂടായി കഴിഞ്ഞാലും ഫോൺ ചെവിയിൽ നിന്ന് എടുക്കില്ല ആരെങ്കിലും കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള നമ്മുടെ ചെവി പോലെയുള്ള ഇന്ദ്രിയങ്ങൾ വേസ്റ്റാണ്. പക്ഷെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവ്യമാണ്. അവിടെ സാത്വികത മാത്രമേ ഉള്ളൂ, പരമദിവ്യമാണ്. ഓക്കെ, തൻ്റെ ഏത് ഇന്ദ്രിയത്തിനും മറ്റൊന്നിൻ്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അപ്പം ഭഗവാന്റെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കണ്ണെന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമുണ്ട്. നമുക്ക് കാണാൻ മാത്രമേ കണ്ണുകൊണ്ട് പറ്റൂ, ഇല്ലെങ്കിൽ കരയാൻ പറ്റൂ, ഇല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കളി കളിക്കാൻ പറ്റും. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂ. മെയിൻ കണ്ണിൻ്റെ ദൗത്യം എന്താ? കാണുക. നാവിൻ്റെ ദൗത്യം എന്താ? തിന്നുക. കുറേ തിന്നുക, വാരി വലിച്ച് തിന്നുക, കുറേ കുറ്റം പറയാം. ഇതാണ് നാവിൻ്റെ ദൗത്യം. നമ്മളുടെ കാര്യം ചെവിയാണെങ്കിലും നമ്മളുടെ ചെവി എന്ന് പറയുന്ന കുറ്റങ്ങൾ കേൾക്കാനാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറി വൈഷ്ണവ രീതിയിലെത്തുമ്പോൾ നാവിൻ്റെ രുചിക്കനുസരിച്ച് കഴിക്കാനേ പാടില്ല. ഈ ഒരു നാവാണ് നമ്മളെ ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത്. നാവെടുത്തോ, നാരായണ നാമം ചൊല്ലുക, സർവം കൃഷ്ണാർപ്പണമസ്തു, നാരായണനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നാവ് ഉപയോഗിക്കുക. ഒരു മോശം വാക്ക് പറയരുത് നാവുകൊണ്ട്, ഒരാളെ ശപിക്കരുത് നാവുകൊണ്ട്, ഒരാളെ കുറ്റം പറയരുത് നാവുകൊണ്ട്. നമ്മുടെ നാവ് എന്ന് പറയുന്നത് നാരായണന് വേണ്ടി ഉപയോഗിച്ച് നാരായണനിലേക്ക് നരന്മാരെയെല്ലാം എത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ നാവ്. കാണുന്നതെല്ലാം നാരായണമായിരിക്കുന്ന കാര്യങ്ങൾ, നാരായണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ കൊള്ളാല, എന്തു ഭംഗിയല്ലേ, നെവർ. ആ വ്യക്തിയും സാക്ഷാൽ നാരായണന്റെ സൃഷ്ടിയാണ് എന്ന മനോഭാവത്തിൽ കാണാൻ ശ്രമിക്കുക.
അങ്ങനെ സർവവും നാരായണനിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾക്ക് ചില ദൗത്യങ്ങൾ എന്ന് പറയുന്നത് അവന്തി ഇങ്ങ വാ ബിന്ദുമ്മ ഗ്യാസ് ഓൺ പണിട്ട് ഇരുക്കാங்க. ബിന്ദുമ്മ ഇവിടെ വന്നേ. എന്താ ഈ പൊട്ടിത്തെറിച്ച പോലെ ഗ്യാസ് ഓൺ ആക്കി നിങ്ങൾ? അങ്ങോട്ട് വാ. ഒന്നും ചെയ്യണ്ട, അവിടെ വന്നിരിക്കും. അവിടെ എന്താ ചെയ്യാനുള്ളത്? അരിയൊക്കെ ഞാൻ തിളപ്പിച്ചോളൂ. അവിടെ ഇരിക്കും. ഗ്യാസ് ഡമാം സൗണ്ട് കേട്ടിരിച്ചു, അത് ഓഫ് പണ് കണേ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഗ്യാസിന്റെ മുകളിൽ കളിക്കരുത് എന്നേ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമസ്തവും നാരായണനിലൂടെ മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക. ഒന്നും അതിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു കളി നമുക്ക് വേണ്ട. എന്നാൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? കാണാനും പറ്റും ഭഗവാന്റെ കണ്ണുകൊണ്ട്, കേൾക്കാനും പറ്റും ഭഗവാന്റെ കണ്ണുകൊണ്ട്. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ പറയില്ലേ എന്തും ചെയ്യാൻ പറ്റും. കാതുകൊണ്ട് കേൾക്കാൻ മാത്രം, അദ്ദേഹത്തിന് കാതുകൊണ്ട് കാണാനും പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏത് ഇന്ദ്രിയത്തിനും മറ്റേതൊന്നിന്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. മനസ്സിലായി? ഏതിന്റെ പ്രവൃത്തിയും എങ്ങനെ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പോലെ പരിമിതമല്ല. പരിമിതികൾക്കും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാനനായോ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായോ ആരുമില്ല. മനസ്സിലായില്ലേ? ആരുമില്ല. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുമില്ല. അദ്ദേഹം തന്നെയാണ് ഏറ്റവും ടോപ്പസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അവിടുത്തെ വിഭൂതികൾ നാനാവിധങ്ങളാണ്. പല തരത്തിലാണ് അദ്ദേഹത്തിന്റെ വിഭൂതികൾ എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തുടർന്നു പോരുന്നവയുമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊരു വീട്ടിലെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പരിമിതികളുണ്ട്, അല്ലേ? ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഒരു അരമണിക്കൂർ ചെയ്താൽ പിന്നെ ഒരു മണിക്കൂർ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കും. എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയി വന്നാൽ പിന്നെ, ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ പിന്നെ 2 ദിവസത്തേക്ക് നമ്മൾ പൊങ്ങില്ല. ഇതാണ് നമ്മൾക്കുള്ള പരിമിതികൾ. പക്ഷെ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതി എന്ന് പറയുന്ന ഒരു വേർഡ് അദ്ദേഹത്തിന് ഇല്ല. ഒരു വേർഡ് അദ്ദേഹത്തിന് ഇല്ല. പരിമിതികളില്ല. പരിമിതികൾക്കും അപ്പുറമാണ് ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. എന്നിട്ടും ആ ഗുരുവായൂർ അമ്പലത്തിന്റെ ശ്രീകോവിലും നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആലോചിച്ച് നോക്കിക്കേ, ഒരു ഉണ്ണിക്കണ്ണനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചിന്തിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമ്മളുടെ വായ കൊണ്ട് 4 അക്ഷരം ഉരുവിടുന്ന പോലെ അല്ല ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അദ്ദേഹത്തിന് കാണാനും കേൾക്കാനും രുചിക്കാനും പറയാനും ഒക്കെ സാധിക്കും. എല്ലാത്തിനും കഴിയും. വായ കൊണ്ടും അദ്ദേഹത്തിന് കാണാനും കേൾക്കാനും പറയാനും നിൽക്കാനും നോക്കാനും ഒക്കെ സാധിക്കും. കണ്ണുകൊണ്ടും അതുപോലെ തന്നെ. അദ്ദേഹത്തിന്റെ ത്വക്ക് കൊണ്ടും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല ഗുരുവായൂരപ്പൻ കാണും. ഗുരുവായൂരപ്പനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അദ്ദേഹം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നു. എന്നിട്ടും അദ്ദേഹം ചിരിച്ചുകൊണ്ട് തള്ളുന്നു. ഒരു പരാതിയും ആരുടെ നേരെയും പറയില്ല. ആ പോട്ടെ സാരമില്ല എന്ന ഭാവത്തിൽ അദ്ദേഹം വിടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഇന്ന കാര്യം ചെയ്തെന്ന് ശരിയാണോ? ഇതിൽ ധർമ്മമുണ്ടോ? ഭഗവാനെ വിഷമിപ്പിക്കുമോ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യവും ചെയ്യില്ല. എന്തുകൊണ്ട്? മക്കൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ചിന്ത. ഭഗവാന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അധർമ്മം പാടില്ല, ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നലെ വരെ പലതും നടന്നിട്ടുണ്ടാവും. അതെല്ലാം മാറ്റി ഇന്ന് മുതലെങ്കിലും നമ്മുടെ നാവ് കാരണം ഒരാൾക്ക് വിഷമം ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഒരാൾ വിഷമിക്കാൻ പാടില്ല. നമ്മളുടെ ചിന്തകൾ കൊണ്ട് ഒരാൾ വിഷമിക്കരുത്. എല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ നാരായണ നാമത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാം. ശ്വേതാശ്വതരോപനിഷത്തിലാണ് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും വലിയൊരു സംഭവം. ഓക്കെ, ഭഗവാനിൽ ഏതൊന്നും സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണവുമായും സത്യമായും നിലകൊള്ളുന്നു. എന്താ പറയുന്നത്? ഭഗവാനിൽ ഏതൊന്നും, ഭഗവാനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യമാണെങ്കിലും ശരി, എന്താണ്? സമ്പൂർണ്ണ ഐശ്വര്യമാണ്. നമ്മൾക്ക് വേണ്ടത് ഐശ്വര്യമാണ്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് കണക്റ്റ് ആവണം. നമ്മൾ കുറേ വിളക്ക് വെക്കും, കുറേ പ്രാർത്ഥിക്കും, കുറേ പൂജ ചെയ്യും, നമ്മൾ ആ വ്രതം എടുക്കും, ഈ വ്രതം എടുക്കും, എല്ലാം ചെയ്യും. എന്തിന്? ഐശ്വര്യം വരാൻ. പക്ഷെ നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുകയാണെങ്കിലോ സമ്പൂർണ്ണ ഐശ്വര്യമാണ് നമുക്ക് ലഭിക്കുന്നത്.
സമ്പൂർണ്ണ ഐശ്വര്യം നമുക്ക് ലഭിച്ചാൽ നമുക്ക് എന്തായി? ജീവിതം സുഗമമായി, വൈഷ്ണവ രീതിയിലായി, ശാന്തിയായി, സമാധാനമായി. ഇതൊന്നുമില്ലാതെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? കുറേ പൈസ ഉണ്ടായിട്ടും സ്വസ്ഥത ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സമാധാനം പോയാൽ പോയി, അല്ലേ? ഒരു പൈസയും ഇല്ലാണ്ട് ഗതി കെടുമ്പോഴും ഇതന്നെ ടെൻഷൻ. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമ്പൂർണ്ണ ഐശ്വര്യമായിരിക്കുന്ന ഗുരുവായൂരപ്പനുമായി നമ്മളൊരു ആത്മബന്ധം വെക്കണം. അത് മതി നമുക്ക്. അതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സന്തോഷമാണ് എന്നും നിലനിൽക്കുന്ന സന്തോഷം. അല്ലാതെ മറ്റൊരു സന്തോഷവും നമുക്ക് ഈ ലോകത്ത് ഒന്നും എന്നെന്നും നിലനിൽക്കില്ല, ഒരിക്കലും നിലനിൽക്കില്ല. എല്ലാത്തിനും പരിമിതികളുണ്ട്, എല്ലാത്തിനും പരിമിതികളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് സന്തോഷം തരുന്നു, സമാധാനം തരുന്നു എന്ന് വിചാരിക്കരുത്. നമ്പർ തരാം. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷവും സമാധാനവും നമ്മൾക്ക് ആരും തരുന്നു നമ്മൾ ചിന്തിക്കരുത്. ആരും തരില്ല. മഞ്ജരീസ് എന്നാണ് പറയണേ. ആരും തരില്ല, ഒരാളും തരില്ല. നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മളുടെ കൂടെ കാലാകാലം ഉണ്ടാവുന്നു നമ്മൾ വിചാരിക്കരുത്. കാലങ്ങൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാവരിലും മാറ്റം സംഭവിക്കും. പക്ഷേ സ്ഥിരമായി നിലനിൽക്കുന്നത് ഗുരുവായൂരപ്പൻ മാത്രമാണ്. ഒരു കാലചക്രത്തിനും അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല. എല്ലാം അദ്ദേഹത്തിന്റെ അധീനതയിലാണ്. ക്ലിയർ? അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം സമ്പൂർണ്ണ ഐശ്വര്യമാണ്. മാത്രമല്ല അദ്ദേഹം സത്യമായിട്ട് നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം അദ്ദേഹത്തിൽ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവന് മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ധർമ്മമില്ല എങ്കിൽ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ധർമ്മമുണ്ട് എങ്കിൽ അതിൻ്റെ നന്മയും നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾക്കൊരു ചീത്തയായിട്ടുള്ള ഒരു റിസൾട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ, അല്ലെ? ആരെങ്കിലും എന്താ പറയുക, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ പോയിട്ട് കൈവെക്കുമോ? അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ. നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കണം എന്നുള്ള ഒരു വ്യക്തമായ ബോധം നമുക്കുണ്ടാവണം. ഇനി ആര് നമ്മളോട് കുറിച്ച് എന്ത് പറയാൻ വേണ്ടി വന്നാലും തുടക്കമേ അത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നോക്ക്, എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്ക് ഭഗവാന്റെ കാര്യം കേട്ടാൽ മതി, ഞാൻ അങ്ങനെ പോകണം എന്ന് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മളുടെ ഭക്തി നമ്മളെ ഉയർത്തുകയാണ്. മനസ്സിലായി? നമ്മൾ അവിടെ ഉയരുകയാണ്. അല്ലാതെ ഒരാളെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, പ്രിയാമാതാജിയെക്കുറിച്ച് വിഷ്ണു ഒരു കുറ്റം പറയാൻ വന്നാൽ, പ്രിയാമാതാജി വിഷ്ണു ഒരു കുറ്റം പറയണം എൻ്റെ അടുത്ത് വിളിച്ചിട്ട്, ഞാനത് കേൾക്കാൻ നിൽക്കരുത്. ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാണ്ടോ പറഞ്ഞു, ഞാനത് കേൾക്കാൻ റെഡിയാണ്. മറ്റൊരു കാര്യം പറയാൻ എനിക്ക് കേൾക്കണ്ട, എന്നോട് പറയണ്ട, വിട്ടേക്കൂ പ്ലീസ്. എന്തിനാ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ചീത്തയാക്കുന്നത്? അത്രയും കാലം നമ്മൾ ജപിച്ച് വന്നതിൻ്റെ ജപമൊക്കെ അവിടെ ടം എന്നും പറഞ്ഞ് അവിടെ പൊട്ടിപ്പോവാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഭഗവാനെ നോക്കുന്നു, ഭഗവാൻ എന്നെ ഒന്ന് നോക്കിക്കിട്ടാൻ ഞാൻ ഈ ജന്മം അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തിങ്കിൽ വെക്കുന്നു. അതിൻ്റെ ഇടയിലൊന്നും എൻ്റെ അടുത്ത് ഒരു കാര്യം പറയണ്ട, എനിക്ക് കേൾക്കണ്ട. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നലെ വരെ നമ്മൾ പല രീതിയിലായിരിക്കാം, അതെല്ലാം വിട്ടുകളയൂ. ഇന്ന് മുതൽ നമ്മൾ ഇങ്ങനെ മാറണം. ക്ലിയർ? 3 ലോകങ്ങളിൽ നിന്ന് നേടേണ്ടതായിട്ടൊന്നുമില്ലാത്തവന് എന്തുണ്ട് കർത്തവ്യം, അല്ലേ? 3 ലോകങ്ങളിൽ വെച്ചിട്ട് ഒന്നും നേടാനില്ലാത്ത ഒരു വ്യക്തിക്ക് എന്താ കർത്തവ്യമുള്ളത്? എല്ലാം അദ്ദേഹത്തിൻ്റെയാണ്. ഈ 3 ലോകങ്ങളിലും വെച്ചിട്ടുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഈ ലോകങ്ങളിൽ വെച്ച് നേടാനൊന്നും ഇല്ലെന്നേ. ഒന്നും നേടാനില്ലാത്ത അദ്ദേഹത്തിനാണ് നമ്മൾ കൊണ്ടുപോയി കുറെ കൊടുക്കുന്നത്. നമ്മൾ എന്തിനു കൊടുക്കുന്നു? ഭഗവാനെ, എനിക്ക് ഭഗവാനെ വലിയ ഇഷ്ടമാണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? നീ നിന്റെ ഇന്ദ്രിയങ്ങൾ ആദ്യം നന്നാക്കൂ. ഇതാണ് ഭഗവാൻ പറയുന്നത്. നീ എനിക്ക് സമ്മാനങ്ങൾ തന്നിട്ടല്ല എൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റേണ്ടത്. അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് വരില്ല. നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, അല്ലേ? 10 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്താൽ ഓക്കെ നന്നായിട്ടുണ്ട്, സൂപ്പർ. 10,000-ന്റെ കൊടുത്താൽ വാവ് അടിപൊളി എന്ന് പറയും. 1,00,000-ന്റെ കൊടുത്താൽ അമേസിങ് കൃഷ്ണ, അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയും. ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും. ഒരു ചിരിയാണ് കൊടുത്തതെങ്കിലോ, പിന്നെ എൻ്റെ പിറന്നാളിൽ വന്നിട്ട് ഒരു വളിച്ച ചിരിയും ചിരിച്ചു, ഞാനിട്ട ചോറും തിന്നിട്ട് പോയി, ഒന്നും തന്നില്ല എനിക്ക്, പക്ഷെ അവർ കണ്ടില്ലേ ഇത് തന്നു. ഇങ്ങനെയാണ് ഭൗതിക ലോകത്ത് കമ്പാരിസൺ നടത്തുന്നത്.
പക്ഷെ ഭഗവാനോ, നീ എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ ഇന്ദ്രിയങ്ങളെ നീ നന്നാക്കൂ. നിന്റെ നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, നിന്റെ ത്വക്ക്, നിന്റെ വാക്ക്, പ്രവൃത്തി, ചിന്ത, സംസാരം, ഇത് നീ ക്ലീൻ ചെയ്യൂ. നീ എന്നെ കേൾക്കൂ, എന്നെ കാണൂ. ഇത് മതി, എനിക്കിതേ വേണ്ടൂ നിന്നിൽ നിന്ന്. അല്ലാതെ നീ എന്താ പറയാ 5 കോടിയും 10 കോടിയും ഒന്നും എൻ്റെ മുമ്പിൽ നീ കൊണ്ടുവയ്ക്കണ്ട. ഇതൊക്കെ എൻ്റെത് തന്നെ, ഇതെല്ലാം എൻ്റെത് തന്നെ. നീ എന്നെ കാണൂ, കാണേണ്ട രീതിയിൽ നീ എന്നെ കാണൂ. ഇതാണ് ആ ഗുരുവായൂരപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളോ, അയ്യോ ഞാൻ ഗുരുവായൂരപ്പൻ അത് കൊടുത്തു, ഞാൻ ഗുരുവായൂരപ്പൻ ഇത് കൊടുത്തു. ഏതോ ജോത്സ്യൻ ഇരുന്നിട്ട് എഴുതും, നിങ്ങളൊരു ഒരു 1 കിലോ വെണ്ണ കൊടുക്കൂ. ആ വെണ്ണയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഭഗവാനേ കൃഷ്ണ, അതിനിപ്പോൾ ഒരു 10 കിലോ വെണ്ണയാണെങ്കിൽ പിന്നെ അതൊരു 10 ആൾക്കാരോട് പാടും ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ ഗുരുവായൂരപ്പന് ഞാനൊരു 10 കിലോ വെണ്ണ കൊടുത്തിട്ടുണ്ട്. കാരണം 10 കിലോ കൊടുക്കാനുള്ള ആസ്തി ഇവിടെ ഉണ്ടെന്നാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കണതേ. പോട്ടെ, ഒരു 2 പവന്റെ ഒരു ഓടക്കുഴൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പന് 2 പവന്റെ ഓടക്കുഴൽ കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഫോട്ടോ എടുത്ത് 10 പേർക്ക് സ്റ്റാറ്റസ് ഇട്ട് ഫേസ്ബുക്കിലിട്ട് കുടുംബങ്ങളെയും കാണിച്ച് ഞങ്ങൾ ഗുരുവായൂരപ്പന് 2 പവന്റെ ഓടക്കുഴൽ ചാർത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കാനായിട്ട് ആണ് അവിടെ ചെല്ലുന്നത്. അപ്പോഴേക്കും ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പ്രസാദിച്ചു എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ അതല്ല, ഗുരുവായൂരപ്പൻ നോക്കുന്നത് ആ 2 പവന്റെ ഓടക്കുഴലല്ല. അയ്യോ എന്നിൽ നിന്ന് വേർപെട്ട ആത്മാവ് ഇവിടെ എത്തി, എന്നെ കാണാൻ അവർ വരുന്നുണ്ട്, അവരെ കയ്യിൽ എന്തുണ്ടെന്ന് ഗുരുവായൂരപ്പൻ നോക്കില്ല. ഗുരുവായൂരപ്പനെ കാണാൻ അവർ വരുന്നുണ്ടോ എന്നുള്ള ആ പ്രസൻസ് ആണ് ഗുരുവായൂരപ്പൻ നോക്കുന്നത്. ആ വരുന്ന വ്യക്തിയുടെ സാമീപ്യമാണ് ഗുരുവായൂരപ്പൻ നോക്കുന്നത്. അല്ലാതെ അവരെ കയ്യിലുള്ള എന്താ പറയാ 2 പവനോ 10 പവനോ 20 പവനോ കോടിക്കണക്കിന് പവനോ അല്ല ഭഗവാൻ നോക്കുന്നത്. കാരണം അതൊക്കെ ഭഗവാന്റെയാണ്. സ്വർണ്ണമല തന്നെ ഗുരുവായൂരപ്പന്റെ ആണെന്നേ. ഈ ഭൂമിയിൽ അത് സൃഷ്ടിക്കുന്നതേ ഗുരുവായൂരപ്പനാണ്. ബിരിയാണി കടക്കാരനോട് ബിരിയാണി വേണമെന്ന് ചോദിച്ചാൽ അവൻ എന്താ പറയാ, ഓഫ് എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു, വേണ്ടപ്പാ. വല്ലപ്പോഴും ബിരിയാണി കഴിക്കുന്നവനാണെങ്കിലോ ബിരിയാണിന്ന് കേട്ടാൽ അവൻ മൂക്കും കുത്തി വീഴും. ഇതേ അവസ്ഥയാണ് നമുക്ക്. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളല്ല ഗുരുവായൂരപ്പന് ഇമ്പോർട്ടന്റ്. ഗുരുവായൂരപ്പന് നമ്മുടെ പ്രസൻസ് ആണ് ഇമ്പോർട്ടന്റ്, നമ്മുടെ സാമീപ്യം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ. എത്രത്തോളം നമ്മൾ അദ്ദേഹത്തെ ഉള്ളിൽ സ്ഥാനം കൊടുത്ത് എത്രത്തോളം വൈഷ്ണവ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇതാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ നാമം നമ്മൾ ഒരാളെ കൊണ്ട് ജപിപ്പിക്കുന്നുണ്ടോ, ആ വ്യക്തി അനേകായിരം ജന്മങ്ങൾ എടുത്തിട്ട് ഭഗവാനെ അറിയാതെ ജീവിക്കുമ്പോൾ ആ വ്യക്തിയിൽ കൃഷ്ണ എന്ന നാമം കൊണ്ട് നമ്മൾ ഒരു മാറ്റം സൃഷ്ടിക്കുന്നുണ്ടോ, ഇതാണ് അദ്ദേഹം നോക്കുന്നത്. മനസ്സിലാക്കണം. ആ നാമം നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജപിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കളും ഇതേപോലെ അദ്ദേഹത്തിൽ നിന്ന് വന്നവരാണ്. ആ ആത്മാവിനെയും നമ്മൾ ജപിപ്പിക്കുന്നുണ്ടോ, ഇതാണ് ഭഗവാൻ നോക്കുന്നത്. അല്ലാതെ മക്കൾക്ക് വേണ്ടിയുള്ള നൊയമ്പുകളും വ്രതങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്, എന്നിട്ട് മക്കൾക്ക് നോൺ വെജും കൊടുക്കുന്നുണ്ട്. തെറ്റാണത്, ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അതിനെയും ഒരു ആത്മാവായിട്ട് കാണുക. ആ കുട്ടികളെയും നമ്മൾ ഒരു ആത്മാവായിട്ട് കാണുക. അടുത്ത തലമുറയെയും നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാനിലേക്ക് അടുപ്പിക്കണം. മനസ്സിലായില്ലേ? അതെ അച്ഛാ, അതെ അതെ അതെ, സ്റ്റാലിൻ സാറിന്റെ വൈഫ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഭഗവാൻ ഒരു വിഷയമേ അല്ലെന്നേ. നമ്മൾ അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഭഗവാന്റെ വിഷയം. എല്ലാവർക്കും എഴുതാൻ അറിയാം അല്ലെ? ഹരേ കൃഷ്ണ എന്നങ്ങോട്ട് എഴുതിയിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചു കൊടുക്കൂ, ഓടിപ്പിടിക്കും ആ നാമം. അറിയോ? കണ്ണാ എന്ന് ഹൃദയം തുറന്നൊന്ന് ആ തിരുനടയിൽ നിന്ന് വിളിച്ചു നോക്കൂ. ഓടി വന്നിട്ട് തളയും വളയും കിലുക്കിക്കൊണ്ട് ആ ഉള്ളിൽ നിങ്ങോട്ട് ഓടി വരും. നമ്മൾ പോലും കാണാതെ നമ്മുടെ ഡ്രസ്സിന്റെ തുമ്പും പിടിച്ച്, നമ്മുടെ സാരിയുടെ തുമ്പും പിടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കൈയും പിടിച്ച് ആ കൃഷ്ണൻ ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മളോ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെയായിരുന്നു കേട്ടോ, ഞാൻ ഇങ്ങനെയാട്ടോ ഡാൻസ് ചെയ്തത്, ആ കുട്ടി നന്നായി ചെയ്യുന്നില്ലല്ലോ, ഷോ ഇവരൊക്കെ ഇനി എപ്പോഴാ ലൈൻ നിന്നിട്ട് അമ്പലത്തിൽ കയറുന്നത്, ഇവിടെ ഏതാ നല്ല ഹോട്ടല് ഭക്ഷണം കഴിക്കാൻ, നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ, അയ്യോ നല്ല ഭംഗിയുള്ള കേരള സാരി, നല്ല രസമുണ്ട്, എൻ്റെ കയ്യിൽ ഇതിൻ്റെ പച്ചയും നീലയൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അതാ കെട്ടാൻ പോണത്, അല്ലെ അതാ ഞാൻ ഉടുക്കാൻ പോണത്, ആ ഡ്രസ്സിന് എന്ത് വില വരും, അത് പോയി ചോദിക്കാം നമുക്ക്. ഇതാണ് അവിടെ വരുന്ന ആൾക്കാരുടെ രീതി. എന്നാൽ ഇതൊന്നുമല്ല,
ഞാൻ നിൽക്കുന്നത് ഭൂലോക വൈകുണ്ഠനാഥന്റെ ആ മണ്ണിലാണ്. കൃഷ്ണ എന്ന നാമത്തില് ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് അങ്ങ് പോകുമ്പോഴേക്കും ആ ഹരേ എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീമതി രാധാറാണി. ആ ശ്രീമതി രാധാറാണിയുടെ നാമം ഹരേ എന്ന ഭാവത്തിൽ നമ്മൾ അവിടെ ഉച്ചരിക്കുകയാണെങ്കിൽ പിന്നെ കൃഷ്ണൻ ഫ്ലാറ്റാണ്. ഒന്നും നോക്കണ്ട. ഹരേ എന്ന് കേൾക്കുമ്പോഴേക്കും ആ വിളിച്ചവന്റെ അടുത്തേക്ക് അദ്ദേഹം ഓടി വരും. മനസ്സിലായില്ലേ? ഹരേ എന്ന നാമം വരുമ്പോഴേക്ക് തന്നെ ആൾ ഓടി പ്രസന്റ് ടീച്ചർ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അടുത്ത് എത്തും. ഇതാണ് പറയുന്നത്, പഴയ ആൾക്കാര് ക്ഷേത്രത്തിൽ എത്തുമ്പോഴെങ്കിലും നാമോച്ചാരണം മാത്രം, സംസാരം പാടില്ല, നാമോച്ചാരണം മാത്രം, നാമോച്ചാരണം മാത്രം എന്ന് പറയും. പക്ഷെ നാമോച്ചാരണം അല്ല ഗുരുവായൂര്. ഗുരുവായൂര് സെൽഫി എടുക്കലാണ്. സെൽഫി എടുക്കുക, റീൽസ് ചെയ്യുക, ഇതാണ് അവിടെ നടക്കുന്നത്. ആരെങ്കിലും ഇട്ടുകൊണ്ട് പോകണ ബ്ലൗസിന്റെ മോഡൽ നോക്കുക. ഇതെല്ലാം മാറ്റിയിട്ട് ഹരേ 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 എന്ന് ജപിച്ചു നോക്ക്. ഹരേ എന്ന് കേൾക്കുന്നിടത്തേക്ക് ഓടി അങ്ങോട്ട് വരും. കാരണം ഹരേ എന്ന് പറഞ്ഞ ശ്രീമതി രാധാറാണി. രാധേ കൃഷ്ണ എന്ന് ജപിച്ചു നോക്കൂ, അല്ലെങ്കിൽ ജയ് ശ്രീ രാധേ രാധേ എന്ന് ജപിച്ചു നോക്കൂ. ആ ഒരു ഉറപ്പിലുണ്ട് കൃഷ്ണൻ. ആ കൃഷ്ണനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ അവിടെ പോയി കുറെ പാൽപായസവും കഴിപ്പിച്ച് കുറെ എന്താ പറയാ എന്റർടൈൻമെന്റുമായിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ടെമ്പിളിന്റെ പുറത്ത് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യൂ, സന്തോഷമുള്ള കാര്യം തന്നെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയെങ്കിലും ഗുരുവായൂരെത്തുമ്പം നാമോച്ചാരണത്തിലൂടെ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കുക. നാമോച്ചാരണത്തിലൂടെ നമ്മൾ അദ്ദേഹത്തെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് വെക്കുക, വിട്ടുകൊടുക്കരുത്, വിടാൻ പാടില്ല കൃഷ്ണനെ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ 3 ലോകങ്ങളിലും വെച്ച് അദ്ദേഹത്തിന് നേടാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന സംഭവമാണെങ്കിൽ എന്തോ വലിയ സംഭവ ബഹുലമായ രീതിയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. ഒരു തുളസിയുടെ ഇല ഇങ്ങ് പറിച്ചിട്ട് ആ തുളസിക്കതിരിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ആ നടക്കൽ വെച്ച് കഴിഞ്ഞാൽ ആ തുളസിയും തൃപ്തിയായി, ആ ഗുരുവായൂരപ്പനും ഹാപ്പിയായി. കോടാനുകോടി കൊടുത്തിട്ട് സംഭവ ബഹുലമാക്കുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് ഹൃദയം തുറന്ന് ഹരേ എന്ന നാമത്തോടെ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. എങ്കിലും കൃഷ്ണ ഭഗവാൻ ക്ഷത്രിയരുടെ നേതാവെന്ന നിലയിൽ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ കളിയിലും ചിരിയിലും തമാശയിലും സന്തോഷത്തിലും സങ്കടത്തിലും ഉത്തരവാദിത്തങ്ങളിലും എല്ലാം അദ്ദേഹം ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പാണ്ഡവന്മാർക്കൊപ്പവും ഉണ്ട്. യശോദാമയുടെ മടിത്തട്ടിൽ അമ്മയ്ക്കൊപ്പവും ഉണ്ട്. പൂന്താനം തിരുമേനിയുടെ ഭക്തിയിൽ അവിടെയും ഉണ്ട്. കൂറൂരമ്മയുടെ എന്താ പറയാ കരിക്കലത്തിനകത്തുമുണ്ട്. വില്ലമംഗലം സ്വാമിയാരുടെ വാക്കുകളിലുമുണ്ട്. നാരായണീയത്തിലുമുണ്ട്. മേൽപ്പത്തൂറിന്റെ എല്ലാത്തിലും കൃഷ്ണനുണ്ട്. മീരാഭായിയുടെ കണ്ണുനീരിലുമുണ്ട്. എല്ലാത്തിലും ഉണ്ട്. സർവവ്യാപിയാണ്. എവിടെയും ഇല്ലാതില്ല. കോടിക്കണക്കിന് ആൾക്കാർ വന്ന് നിന്നിട്ട് തിരുനടയിൽ നിന്ന് കൃഷ്ണ എന്ന് വിളിച്ചാൽ ആ കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലും വന്ന് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണോ ഗോപികമാരുടെ കൂടെ കൂടി രാസലീല ആടുമ്പോൾ ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണൻ, അതാണ് ആ സങ്കല്പം. ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണൻ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ ഭക്തനും അവിടെ ഓരോ കൃഷ്ണൻ കൂടെയുണ്ട്. ഇത് വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഗുരുവായൂർ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുകൾ പരതുന്നത് ചുറ്റിനുമുള്ള ആൾക്കാരിലേക്കാണ്. ഇതെല്ലാം വിട്ടുകളയൂ. നമ്മളെ കാണാൻ നമ്മൾക്കൊപ്പം നിൽക്കുന്ന ആ കൃഷ്ണൻ, ആ കൃഷ്ണനെ മാത്രം നമ്മൾ മുറുകെ പിടിക്കുക. ആ കൃഷ്ണനുമായിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. അതാണെങ്കിൽ കൃഷ്ണനും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അതല്ലാതെ മറ്റുള്ള ഒരു രീതിയിൽ ആരെന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ആരെന്ത് പറയുന്നു, ആര് സെൽഫി എടുക്കുന്നു, ആര് റീൽസ് എടുക്കുന്നു, ഈ വക കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോണ്ട. നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൃഷ്ണനിലേക്ക് മാത്രം. നമ്മുടെ കൃഷ്ണൻ നമ്മുടേത്, നമ്മൾ കൃഷ്ണന് വേണ്ടി, കൃഷ്ണൻ നമുക്ക് വേണ്ടി. ആ ഒരൊറ്റ മനോഭാവത്തോടെ ഗുരുവായൂർ ദർശനം ഹരേ കൃഷ്ണ എന്ന് പറയുന്ന നാമത്തോടെ നമ്മൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം? ദർശനം പൂർത്തിയാക്കണം. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എത്തുമ്പം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രം മുഴുവൻ വലം വയ്ക്കുക. ഓരോ കാലടികളിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക. ആ ക്ഷേത്രം മുഴുവൻ വലം വയ്ക്കൂ. നമ്മൾ ഉള്ളിൽ കയറി ആ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി
അത് ചുറ്റും നമ്മൾ വലം വയ്ക്കും, ആ ക്ഷേത്രം ചുറ്റും നമ്മൾ വലം വയ്ക്കും അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടൊന്ന് വലം വയ്ക്കും. അതും കഴിഞ്ഞ് നമ്മൾ വലം വയ്ക്കുമ്പോൾ ഓരോ കാലടികളിലും വെക്കൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഒരു ഈരടി പ്രദക്ഷിണം വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈരടി പ്രദക്ഷിണം വെക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പല ഭാഗങ്ങളിലേക്കാണ് ചില ആളുകളുടേത്. അതൊന്നുമല്ല, ആ ഓരോ ഈരടികളിലും നമ്മൾ വെക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അത് മാത്രം മതി. അങ്ങനെ ഈരടി പ്രദക്ഷിണം വെക്കുക. അങ്ങനെ കൃഷ്ണനാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവായൂർ ദർശനം പൂർത്തിയാക്കണം. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ട ചുമതലയാണ് അല്ലെ. ആര് കഷ്ടപ്പെടുന്നുണ്ടോ അവരെ രക്ഷിക്കുക എന്നുള്ളത് ക്ഷത്രിയരുടെ ഒരു ചുമതലയാണ്. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി അതാണ്. നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്നിരിക്കലും വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. മനസ്സിലായില്ലേ? ഈരടി പ്രദക്ഷിണം എന്നാ പറയാറ്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല ഒറ്റയടി പ്രദക്ഷിണമാണോ ഈരടി പ്രദക്ഷിണമാണോ അറിയില്ല. നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ, ഒരിക്കലും ഒന്നും നിഷേധിക്കില്ല. എങ്കിൽ കൂടിയും വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യില്ല. ഒരു വേദങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യില്ല? അതിലംഘിക്കില്ല. എല്ലാ വേദങ്ങളോടും, കാരണം വേദങ്ങൾ വന്നത് ഭഗവാന്റെ ശ്വാസത്തിലൂടെയാണ് അല്ലെ, അതറിയാം നമുക്ക്. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തിലൂടെയാണ് വേദങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വന്നിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത്. സോ എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കൃത്യത കുറവും കൃഷ്ണൻ ചെയ്യില്ല, ഒരാളോടും ചെയ്യില്ല. ഒരാളും വലിയവൻ ഒരാളും ചെറിയവൻ അവരുടെ കാര്യം അവരുടെ കാര്യം ശരിയാക്കി ഇവരുടെ കാര്യം ശരിയാക്കിയില്ല, എന്നെ ഭഗവാൻ കാണുന്നില്ല, ഇവരെ ഭഗവാൻ കാണുന്നു, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇതും ഭഗവാൻ ആരിലും വെക്കില്ല. എല്ലാവരിലും ഭഗവാൻ തുല്യമാണ്, കൃത്യമാണ്. നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള സമയത്തിന്റെ മാറ്റം സംഭവിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നടക്കാത്തത് നമ്മുടെ കർമ്മഫലമാണ്. നമ്മൾക്ക് കാര്യം നടക്കണമെങ്കിൽ ഇത്ര സമയം ഇന്ന സമയം എന്ന് ഭഗവാൻ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്തെ അത് നടക്കും, അല്ലാതെ നടക്കില്ല. അതിന് നമ്മൾ ഭഗവാൻ എന്നെ കാണുന്നില്ല നിന്നെ കാണുന്നില്ല എന്നുള്ള കുറ്റങ്ങളൊന്നും പറയണ്ട. പിന്നെന്താ പറയുന്നത്? ഇനി നമ്മുടെ ശ്ലോകം 23 എത്തി നമ്മൾ. യതി ഹഹ്യം ന വർദ്ധേയം ചാതു കർമ്മണ്യാതന്ത്രിത മമ വർത്താനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു. ഭഗവാൻ എല്ലാ കർമ്മങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. അതേപോലെ ആയിരിക്കണം നമ്മളും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റന്നാൾ ചെയ്യാം, ഈ വക തോന്നലുകളൊന്നും വേണ്ട. ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. നാളെ എന്ന് പറയുന്ന ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഒന്നും മാറ്റി വെക്കരുത്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്തു തീർക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഉത്തരവാദിത്തമാണത്. ആ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യണം. കാരണം ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. അദ്ദേഹം ചെയ്യേണ്ട കർമ്മങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്, അപ്പൊ നമ്മളും അത് തന്നെ ഫോളോ ചെയ്തു പോകും. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത് എന്തിനാണ്? അദ്ദേഹത്തിന് വന്നിട്ട് പറഞ്ഞാൽ പോരെ എന്നെ എല്ലാവരും പ്രാർത്ഥിക്കൂ, എന്നെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഭഗവാൻ പറഞ്ഞാൽ പോരെ? ഭഗവാൻ അത് പറഞ്ഞിട്ടില്ല. ഭഗവാൻ എന്താ ചെയ്തത്? ചൈതന്യ മഹാപ്രഭുവായി ഗോലോകത്ത് നിന്ന് വന്നിട്ട് എല്ലാവരും കൃഷ്ണനാമം പിന്തുടരുവിനെന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. ഹരേ കൃഷ്ണ നാമത്തിൽ കൃഷ്ണനുണ്ട്, രാധയുണ്ട്, എല്ലാവരും നാമസങ്കീർത്തനത്തോടു കൂടി മുന്നോട്ട് പോകൂ എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? കൃഷ്ണനായിട്ട് തന്നെ വന്നിട്ട് കൃഷ്ണനെ ആരാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ ആരാധിക്കും. അത് പറയാതെ തന്നെ ഇന്ന് ഈ ലോകത്ത് മനുഷ്യന്മാരെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ കലിയുഗത്തിൽ വരരുത് എന്ന് ആലോചിച്ചിട്ടാണ് കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് അദ്ദേഹം കൃഷ്ണനെ കാണിച്ചു തന്നത്. എന്നാൽ ഈ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം സന്യാസിയായി വന്ന് നാമസങ്കീർത്തനം ലോകത്തിന് മുഴുവൻ കൊടുത്തത് എന്തിനാണ്? കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ പ്രാർത്ഥിക്കൂ എന്ന് പഠിപ്പിച്ചു നമ്മളെ. ഈ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. എന്നാ പിന്നെ കൃഷ്ണനായിട്ട് വന്നൂടെ? വന്നില്ല. ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ടാണ് നമുക്ക് ഭഗവാനെ കാണിച്ചു തന്നത്.
കൃഷ്ണൻ കൃഷ്ണനായി വന്ന് കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ ആരാധിക്കുന്ന ഒരു കാലം വരും. അതും ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാനെ ഫോളോ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമായിരിക്കുന്ന സാമൂഹ്യ സ്വാസ്ഥ്യം പുലർത്തി പോരുവാൻ വേണ്ടി വംശപാരമ്പര്യം അനുസരിച്ചുള്ള ആചാരങ്ങൾ സംസ്കാര സമ്പന്നമായ ഏതു മനുഷ്യനും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലേ? നമ്മൾക്ക് സംസ്കാര സമ്പന്നമായിരിക്കുന്ന പല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ തലമുറയോട് ഒരു ആചാരങ്ങളെയും ഒരു അനുഷ്ഠാനങ്ങളെയും പറഞ്ഞ് ആരും അനുസരിക്കില്ല. നമ്മൾ ആധ്യാത്മിക പുരോഗതിയിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ആധ്യാത്മിക പുരോഗതിയിലേക്ക് നമ്മൾക്ക് ഉയർന്നില്ല എങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങൾ അനുഭവിക്കണം ജീവിതത്തിൽ. ജോലിയില്ലായ്മ, തലമുറകൾ നിലനിർത്താൻ കുട്ടികളില്ലായ്മ, നമ്മൾക്ക് താമസിക്കാൻ ഒരു വീടില്ലായ്മ, സാമ്പത്തിക ദുരിതങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥ, രോഗാരിഷ്ടതകൾ, ഇത് പലതും നമ്മൾ അനുഭവിക്കണം. പക്ഷേ നമ്മൾ ഇതെല്ലാം മാറ്റി ആധ്യാത്മിക പുരോഗതിയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആധ്യാത്മിക പുരോഗതിയിലേക്ക് വരണം. ആധ്യാത്മിക പുരോഗതിയിലേക്ക് നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിരിക്കണം. മനസ്സിലായില്ലേ? സന്ധ്യ എന്ന് പറഞ്ഞാൽ അത് ദീപാരാധനയ്ക്കുള്ള സമയമാണ്. ആ ദീപാരാധന നമ്മൾ സന്ധ്യയ്ക്ക് വീടുകളിൽ ചെയ്തിരിക്കണം. ആ സമയത്ത് സീരിയലും വെച്ചുകൊണ്ടിരിക്കരുത്, മൊബൈലും നോക്കി കാലും കയറ്റി വെച്ചിരിക്കരുത്. നമ്മുടെ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേക്ക്, കുളിക്ക്, വിളക്ക് വെക്കി, ജപിക്ക് എന്ന് നമ്മൾ പഠിപ്പിക്കണം മക്കളെ. അപ്പൊ നമ്മൾ ആധ്യാത്മികതയിലേക്ക് ഉയരും. എച്ചിൽ പാത്രം അടുക്കളയിൽ രാത്രി ഇടരുത് എന്ന് പറഞ്ഞാൽ അത് ഇടരുത്. അത് നമ്മുടെ ആചാരം അനുഷ്ഠാനം അല്ല, അത് ചെയ്യരുത്. സൂര്യോദയത്തിന് മുമ്പേ നമ്മൾ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങരുത്, എഴുന്നേൽക്കണം. എഴുന്നേറ്റേ പറ്റൂ. മനസ്സിലായേ? വീട്ടിൽ സ്ത്രീകൾ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നൊരു വഴക്കം നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് സ്ത്രീകൾ ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആർത്ത് വിളിക്കും. ഒരു പുരുഷനോട് ഒരു സ്ത്രീ മിതത്വത്തോടു കൂടി സംസാരിക്കണമെന്നുണ്ട്, മാന്യതയോടുകൂടി സംസാരിക്കണമെന്നുണ്ട്. ഇന്ന് അതെല്ലാം മാറി. ഭർത്താവ് എന്ന് പറഞ്ഞ നീ പോടാ എന്ന ഭാവത്തിലേക്കായി. അതും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളല്ല. നമ്മൾ കയറി വരുന്ന വീട്ടിൽ നമ്മുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും എന്ത് സ്വഭാവക്കാരോ, എന്ത് തരക്കാരോ, എന്ത് എന്താ പറയാ ധാർഷ്ട്യം പിടിച്ച ആൾക്കാരോ ആയിക്കോട്ടെ, അവരെ തല കുനിച്ച് ബഹുമാനിക്കുക, അവരെ മാന്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് കയറി വരുന്ന ഒരു പെണ്ണിന്റെ ചുമതലയാണ്. അത് നമ്മുടെ ആചാരവും അനുഷ്ഠാനവുമാണ്. അല്ലാതെ പൂജാമുറി മാത്രം കുറെ ലൈറ്റ് വെച്ചും പൂ വെച്ചും പൂജിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചാലേ നമുക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരാൻ പറ്റൂ. അല്ലാതെ വെറുതെ ജീവിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികതയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റില്ല. സന്ധ്യയ്ക്ക് മുടി ചീകരുത് എന്ന് പറഞ്ഞാൽ അത് ചീകരുത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കണം. രാത്രി പേപ്പറുകൾ കീറരുത് എന്ന് പറയും എൻ്റെ അച്ഛൻ്റെ അമ്മ. ഒരു കാരണവശാലും പേപ്പറുകൾ കീറരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അതും നമ്മുടെ ആചാരാനുഷ്ഠാനമാണ്. വീടുകളിലും മട്ടൺ, ബീഫ്, ഹിന്ദുക്കൾ അത് ചിന്തിക്കാൻ പോലും പാടില്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാലേ നമ്മൾ വെജാണ്. ഇന്ന് അതെല്ലാം മാറ്റി വയലിൽ കിടക്കുന്ന തവളയെ കൊണ്ടുവന്ന് വരെ കറി വെക്കുന്ന വീടുകളായി മാറി ഹിന്ദുക്കളുടെ. എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിനൊക്കെ തിന്നുന്ന സ്വഭാവമായി മാറി. ഇതൊന്നും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളല്ല. ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ അനധികൃതമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് വരാം. വീട്ടിൽ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് ചായയും വെള്ളവും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചായയും വെള്ളവും കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ, സ്ത്രീകൾ കഴിക്കാൻ. അത് നമ്മുടെ ഒരു മര്യാദയാണ്, ഒരു മാന്യതയാണ്, ഒരു ആചാര അനുഷ്ഠാനമാണ്. ഇതല്ല, തനിക്ക് വേണമെങ്കിൽ താനെടുത്ത് കഴിച്ചു, എന്നിട്ട് നമ്മൾ തിന്നും. മനസ്സിലായില്ലേ? അതെ, സന്ധ്യയ്ക്ക് കുളിക്കരുത്. വീട്ടിൽ കയറി വരുന്ന പുരുഷന് ഭക്ഷണം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ കൺസേണേ അല്ല. നമ്മൾക്ക് വിശന്ന് നമ്മൾ എടുത്ത് കഴിക്കുക, അതും കാലിൽ കയറ്റി വെച്ചിട്ട്. ഇതും തെറ്റാണ്, ഇതും ചെയ്യരുത്. മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കുക. ചൂലിങ്ങനെ ചാരി വെക്കരുത് എന്ന് പറയും വീട്ടിൽ, അതും ചെയ്യരുത്. സന്ധ്യയ്ക്ക് അടിച്ചു മാറരുത്, സന്ധ്യയ്ക്ക് എന്താ പറയാ തുണി അടിച്ച് കഴുകരുത്, നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ഞാനിവിടെ വീട്ടിൽ ഫോളോ ചെയ്യുന്നതാണ്. എത്ര വലിയ മോഡേൺ വീടുമായിക്കോട്ടെ, ഒരടുപ്പ് നമ്മുടെ വീട്ടിൽ നിർബന്ധമാണ്. ഒരു പുകയുന്ന അടുപ്പ് നമുക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഞാനിവിടെ റെഡിമെയ്ഡ് അടുപ്പ് വെച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ ലൈവിൽ കാണിച്ചിരുന്നു. അതിൽ നമ്മളൊരു കൊട്ടത്തേങ്ങയും ഒരിത്തിരി നെയ്യും ഒഴിച്ച് നമ്മൾ കത്തിക്കണം രാവിലെ.
ഒരു ചെറിയ ഗണപതി ഹോമം അത് നമ്മൾ വീട്ടിലെ സ്ത്രീകൾ ചെയ്യണം. ഇന്ന് ബെഡ്റൂമിൽ നിന്ന് ഉറങ്ങി എണീറ്റ് വന്ന് മുടിയും പുട്ടപ്പ് ചെയ്ത് നേരെ കിച്ചണിലേക്കാണ്. എന്തൊരു വൃത്തികേടാന്നറിയോ അത്. നമ്മൾ അറിയാതെ നമ്മളെ വീട്ടിലുള്ള പോസിറ്റീവ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ കാരണമാവരുത്. എങ്ങനെയാണോ ക്യാൻസർ നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്നത്, അതേപോലെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ തെറ്റിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീട്ടിലുള്ള ആ ഐശ്വര്യം ഇങ്ങനെ ചോർന്നു പോകും. അത് നമ്മൾ അറിയരുത്. നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കരുത്. ആ പൈപ്പ് എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിയർ ചെയ്യണം. പൊട്ടിയ കണ്ണാടി, ഗ്ലാസോ സാധനങ്ങളോ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് കൊണ്ടുപോയി നമ്മൾ മാറ്റണം. സന്ധ്യ കഴിഞ്ഞാൽ അടിച്ചു വാരരുത് വീട്. ഒരു കാരണവശാൽ അടിച്ചു വാരരുത്. സന്ധ്യയ്ക്ക് നമ്മൾ തുളസിക്ക് മുമ്പിൽ ഒരു ദീപം, അത് നിർബന്ധമാണ്. വീട്ടിന്റെ മുമ്പിൽ നമ്മൾ ലൈറ്റ് ഇടാതെ വെളിച്ചവും വിളക്കും ഇല്ലാതെ ഇരിക്കരുത്. വിശേഷപ്പെട്ട ദിവസങ്ങളെല്ലാം പൂജാമുറി അലങ്കരിക്കുക. വിശേഷമായിരിക്കുന്ന ദിവസങ്ങളെല്ലാം വ്രതങ്ങൾ എടുക്കുക. തോന്നിയ പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിക്കരുത്. അതൊക്കെ തെറ്റാണ്. ഇതൊക്കെ മാറ്റി നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് രാഹുകാലവും കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വീട്ടിലെ കുടുംബങ്ങളുമായിട്ട് നമ്മൾ ആലോചിച്ചിരുന്ന് അവരുമായി ആലോചിച്ച് ചെയ്യാം. എനിക്ക് തോന്നിയ അതൊന്നും പാടില്ല. ഇതെല്ലാം മാറ്റി നമ്മൾ ജീവിക്കണം. മനസ്സിലായില്ലേ? ഇതെല്ലാം മാറ്റി നമ്മൾ ജീവിക്കണം. ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ഭഗവാന് വേണ്ടി ഒരു അല്പം മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ നമ്മളൊന്ന് ജീവിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി നല്ല അഭിവൃദ്ധി വരും. സന്ധ്യ കഴിഞ്ഞാൽ കിണറ്റിൽ വെള്ളം കോരാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും അനുവദിക്കില്ല. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കിണറ്റിൽ ബക്കറ്റ് ഇടാൻ ഞങ്ങളുടെ വീട്ടിൽ അനുവദിക്കുകയില്ല. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കരുത്. മുളക് പൊടി, അരി, ഇങ്ങനെ ഉപ്പ്, ഇതൊന്നും നമ്മൾ ഷെയർ ചെയ്യരുത്. സന്ധ്യയ്ക്ക് മുമ്പേ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അതുപോലെ ഉപ്പ്, മുളക്, അരി ഇതൊന്നും വീട്ടിൽ അടച്ചു തോർത്തിയിട്ടരുത്. ആ പാത്രങ്ങൾ തീരാറാവുന്നതിന് മുൻപേ തന്നെ നമ്മൾ അതിലേക്ക് അത് ഫില്ല് ചെയ്ത് വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ദാരിദ്ര്യം വിട്ടൊഴിയില്ല നമ്മുടെ വീട്ടിൽ നിന്ന്. പിന്നെ അതുപോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്തിട്ട് വെച്ച ഡബ്ബയാണെങ്കിലും ശരി, അത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതെടുത്ത് മാറ്റി ആ പാത്രം കഴുകി ഉണക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് റീഫിൽ ചെയ്ത് വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ, ഭക്ഷണം എന്തുണ്ടെങ്കിലും അത് അടച്ചു വെച്ച് വേവിക്കണം, അടച്ചു വെച്ച് തന്നെ ഉപയോഗിക്കണം. ഇങ്ങനെ നമ്മുടെ എല്ലാ ഹൈന്ദവപരമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഐശ്വര്യ ദേവത ഉണ്ടാവൂ. സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വരൂ. അല്ലാത്ത പക്ഷം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ നശിച്ചു പോവും. അതുപോലെ ചില്ലറ പൈസ മാക്സിമം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കൂട്ടി വെക്കുക. നാണയത്തുട്ടുകൾ നമ്മുടെ വീട്ടിൽ കൂട്ടി വെക്കുക. അങ്ങനെ കൂട്ടി വെച്ച് 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 നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സംസ്കാര സമ്പന്നമായിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും വിഷമങ്ങൾ ഉണ്ടാവില്ല, ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോവില്ല, ഒരിക്കലും പോവില്ല. അതുപോലെ കർക്കിടക മാസത്തിൽ നമുക്ക് ആചരിക്കേണ്ട കുറേ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ചൊവ്വ, വെള്ളി എന്ന ദിവസം നമ്മൾ ആചരിക്കേണ്ട കുറേ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദിത്യദേവനെ നമ്മൾ ആ ഒരു ആദിത്യദേവനാണ് ചൂടും വെളിച്ചവും എല്ലാം നമുക്ക് നൽകുന്നത്. ആ ആദിത്യദേവനെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് സ്മരിക്കുക. ഒരു സ്ത്രീകളും കുളിക്കാതെ അടുക്കളയിൽ കയറാതിരിക്കുക. കുളിച്ച് വൃത്തിയിൽ അടുക്കളയിൽ കയറുക. അടുക്കള ഒരു ജീവിതത്തിന്റെ, ഒരു വീടിന്റെ കലവറയാണ്, നിലവറയാണ് അടുക്കള എന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മാത്രമല്ല നിലവറയുള്ളത്, നമ്മുടെ വീടിന്റെ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന നിലവറയാണ് അടുക്കള എന്ന് പറയുന്നത്. ആ അടുക്കളയെ നമ്മൾ പുണ്യ പരിപാവനമായിട്ട് നമ്മൾ നോക്കണം. മനസ്സിലായില്ലേ? വെറുതെ എച്ചില് പാത്രം കൊണ്ടുപോയിട്ട് ഇടാനുള്ള ഒരു സ്ഥലമല്ല അടുക്കള എന്ന് പറയുന്നത്. അങ്ങനെ ആ അടുക്കളയെ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാത്തിലും നമുക്കൊരു അഭിവൃദ്ധി, ഉയർച്ചയുണ്ടാവും. അടിയും പിടിയും ബഹളവും വീട്ടിൽ പാടില്ല. ദൈവത്തോർത്ത് നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനത്തോടു കൂടി സംസാരിക്കുക. പരസ്പരം സംശയിക്കാതിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയിക്കാതിരിക്കുക. ഭർത്താവ് കുളിക്കാൻ ഒന്ന് മൊബൈലും വെച്ച് പോയാൽ മതി, ഭാര്യ ഉടനെ പോയി അത് തോണ്ടി. ഭാര്യ ഒന്ന് ചിരിച്ചാൽ മതി, ഉടനെ ഭർത്താവ് അത് പോയി പിടിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റുക. വീട്ടിലും മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മുടെ അച്ഛനമ്മമാരോ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ ആരുണ്ടെങ്കിലും ശരി, അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഭക്ഷണം വേണോ, വെള്ളം വേണോ? അല്ലാതെ ആ കിളവൻ ആ കിളവി എന്ന ഭാവത്തിൽ നമ്മൾ ഇടരുത്. അവരിലൂടെയാണ് നമ്മുടെ തലമുറകൾ വന്നിരിക്കുന്നത്, അതിലൂടെയാണ് നമ്മുടെ മക്കൾ വരെ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കണം.
അവർക്ക് വേണ്ട എന്താ പറയുക എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കണം. കൊടുത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട് നമ്മൾ അതുപോലെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാത്ത പക്ഷം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും, ദുരിതമായിരിക്കും, അതുപോലെ മാറാല ഒട്ട ഇതൊന്നും പാടില്ല വീട്ടിൽ. ഇതൊന്നും പാടില്ല വീട്ടിൽ. ഇതെല്ലാം മാറ്റുക. എല്ലാ വീടുകളിലും ഒരു ദൃഷ്ടി ഗണപതിയെ വെക്കുക. സി കൃഷ്ണന്റെ തൊട്ടടുത്ത് ഒരു ദൃഷ്ടി ഗണപതിയെ വീട്ടിൽ വെക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ പോവുക. ഒരു വട്ടമെങ്കിലും നമ്മൾ പോവുക നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ. അതുപോലെ വീട്ടിൽ നിന്ന് പാല് വേസ്റ്റ് ചെയ്യരുത്. ഒരു കാരണവശാലും വീട്ടിൽ പാല് വേസ്റ്റ് ചെയ്യരുത്. വേസ്റ്റ് ചെയ്യാനേ പാടില്ല പാല്. പാലെന്ന് പറയുന്നത് കാമധേനുവിന്റെ ഐശ്വര്യ ദേവതമാണ്, ഐശ്വര്യമാണ് പാല്. അതുപോലെ ചോറ് കളയേ ചെയ്യരുത്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും കളയരുത്. അങ്ങനെ നമുക്ക് ഹൈന്ദവ ആചാരങ്ങൾ ഒരുപാടുണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിരിക്കുന്ന ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അതിൽ നിന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് എല്ലാം പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 50% നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ദാരിദ്ര്യം എല്ലാം ജീവിതത്തിൽ നിന്ന് മാറും. എല്ലാ ദാരിദ്ര്യവും മാറും. തലയിലുള്ള പെയിൻ എടുക്കരുത് സന്ധ്യയ്ക്ക്. അത് അത്രയും വൃത്തികെട്ടൊരു കാര്യം വേറെ ഇല്ല. അതൊന്നും ചെയ്യരുത്. നമ്മുടെ ശരീരം അതുപോലെ വൃത്തിയായി സൂക്ഷിക്കുക. എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ ബ്യൂറോസ്, അലമാരകൾ ഒന്നും ചറപ്പറയെന്ന് വലിച്ചു വാരി ഇടരുത്. മനസ്സിലായി? അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. തുണിയും കിണിയും ഒന്നും അവിടെയും ഇവിടെയും ഒന്നും കിടക്കരുത്. അതെല്ലാം അടക്കി ഒതുക്കി വൃത്തിയായിട്ട് വെക്കുക. ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുത്. എത്ര പഴകിയ സാധനങ്ങൾ ഉണ്ടെങ്കിലും നേരെ കൊണ്ടുപോയിട്ട് കളയുക. അതൊന്നും സൂക്ഷിക്കരുത് വീട്ടിൽ. മനസ്സിലായില്ലേ? എല്ലാം കളയുക. വീട്ടിൽ ആവശ്യമില്ലാത്ത ഒരു സാധനം വെക്കരുത്. പഴയ ചൂല്, നമ്മൾ വീട്ടടിച്ചു വാരുന്ന ചൂലെന്ന് പറയുന്നത് അതിന്റെ തുമ്പ് കാണുന്നത് വരെ നമ്മൾ അടിച്ചു വാരരുത്. ആ ചൂല് എത്രയും പെട്ടെന്ന് മാറ്റുക. മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ചൂല് മാറ്റിയിട്ട് നല്ലൊരു ചൂല് വാങ്ങിക്കുക. ചൂല് അടിച്ച് തേഞ്ഞ് തീരുന്നത് വരെ ചൂല് വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. രാത്രിയിൽ നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ എച്ചില് പാത്രം അങ്ങനെ ഇടരുത്. അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിൽ എച്ചില് തുപ്പിയിടരുത്. മനസ്സിലാവുന്നില്ല? അതിന് സെപ്പറേറ്റ് ഒരു സ്ഥലം വെക്കുക. ആലോചിക്കണം. അതുപോലെ നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ എപ്പോഴും നമ്മൾ ഒരു വൃത്തിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണം താഴെ ഇട്ടൊന്നും കഴിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഹൈന്ദവാചാര കാര്യങ്ങളിൽ. ഒത്തിരി കാര്യങ്ങളുണ്ട്. എച്ചില് കൊണ്ടുപോയിട്ട് അടുക്കളയിൽ ആ പാത്രം കഴുകുന്ന സിങ്കിൽ ഇടരുത്. എച്ചില് സെപ്പറേറ്റ് ഇട്ടിട്ട് അത് കെട്ടി അപ്പം തന്നെ കളയാൻ ശ്രമിക്കുക. വീട്ടിൽ വെക്കരുത് എച്ചില്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവും, ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവും. അതർവൈസ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവില്ല. ചില്ലറ പൈസകൾ ഒരു കാരണവശാലും നമ്മൾ എടുത്ത് യൂസ് ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ ചില്ലറ പൈസകൾ സൂക്ഷിക്കുക. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ. എപ്പോഴും നാണയത്തുട്ടുകൾ വീട്ടിലുണ്ടാവണം. ഓക്കെ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് ഉയരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാവും. വംശ പാരമ്പര്യം നമ്മൾ നിലനിർത്തണം. അത് നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്കിലേ നമ്മുടെ വംശ പാരമ്പര്യം നിലനിൽക്കൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കഷ്ടപ്പാടാണ്, ദുരിതമാണെന്ന് പറയേ ചെയ്യരുത്. ഒരിക്കലും പറയരുത്. തുളസി പറിക്കാൻ പാടില്ലാത്ത സമയത്ത് തുളസി പറിക്കരുത്. അതുപോലെ വല്ല ഇഴജന്തുക്കൾ, പാമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിന് മുറ്റത്തിട്ട് അവരെ കൊല്ലാനും അല്ലെങ്കിൽ തീ ഒഴിച്ച് കത്തിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. നാഗദോഷങ്ങൾ ഉറപ്പാണ്. അതൊന്നും വരുത്തി വെക്കരുത്. ഓക്കെ? പിന്നെന്താ പറയുന്നത്? ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കളെ അല്ലാതെ കൃഷ്ണ ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നവയല്ല ഈ നിബന്ധനകൾ. ഈ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം തന്നെ ബദ്ധരായ ജീവാത്മാക്കൾക്ക്, നമ്മളെ പോലെയുള്ള ജീവാത്മാക്കൾക്കാണ് ഇതെല്ലാം ബാധിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഇത് ഭഗവാനെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. മനസ്സിലായി? ഇത് ഭഗവാനെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. ഇതെല്ലാം ബദ്ധരായ ജീവാത്മാക്കൾക്ക്, നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ? പിന്നെ നിങ്ങൾക്ക് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പൗർണമിയും അമാവാസിയും നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് ചിന്തിച്ച് മനസ്സിലാക്കി അതിനോടനുസരിച്ച് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അമാവാസി പൗർണമി ദിവസങ്ങളെല്ലാം എല്ലാവരും മറന്നുപോയി. മനസ്സിലായില്ല? എല്ലാവരും മറന്നുപോയി അമാവാസി ഏത്, മറ്റേ പൗർണമി ഏത് എന്നുള്ളത്.
അതൊക്കെ മാറ്റുക. അത് നമ്മൾ മനസ്സിലാക്കുക അമാവാസി എന്നാണ്, പൗർണമി എന്നാണ്. ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പൂജകൾ, കാര്യങ്ങൾ, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ആ ദിവസം നമ്മൾ നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ന് മകൈര്യം നക്ഷത്രം പൗർണമി ദിവസമാണ്. ഇന്ന് ദേവിയെ നമ്മൾ മനസ്സിൽ ആരാധിക്കുക. എന്തുകൊണ്ട് ദേവിയെ ആരാധിക്കാൻ പറയുന്നു? ശ്രീമതി രാധാറാണി പ്രകൃതി ദേവതയായി, ഭൗതിക പ്രകൃതിക്ക് ആധാരമായി ശ്രീമതി രാധാറാണി കുടികൊള്ളുകയാണ്. മനസ്സിലായില്ലേ? ആ ദേവിയെ ആരാധിക്കേണ്ട ദിവസമാണ് ഇന്ന് പൗർണമി ദിവസം. ആ ദേവിയെ ഇന്ന് നമ്മൾ ആരാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഡിസംബർ 26 ചൊവ്വാഴ്ച ദിവസം, ഇന്ന് പൗർണമിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അമാവാസി ദിവസവും നമ്മൾ ശ്രദ്ധിക്കുക. പ്രകൃതിയിലെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക. പ്രകൃതിയെ നമ്മൾ ഈ ദേവിയായിട്ട് ആരാധിക്കുകയാണ്. ആ അമ്മയിലൂടെയാണ് നമുക്ക് ജനനം ലഭിച്ചിരിക്കുന്നത്. ഈ പ്രകൃതിയിലാണ് ഈ ബദ്ധ ജീവാത്മാക്കളായിരിക്കുന്നത് നമ്മളെല്ലാം ജീവിക്കുന്നത്. ശ്വാസവും വെളിച്ചവും എല്ലാം, ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ അമ്മയായി ആരാധിച്ച് ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അച്ഛനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അച്ഛനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഒരമ്മയെ ആരാധിച്ച് അച്ഛനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അനുസരിക്കുമ്പോഴാണ് കുടുംബമാവുന്നത്, അല്ലെ? ആ അച്ഛൻ സാക്ഷാൽ ശ്രീ നാരായണനാണ്. ആ നാരായണൻ വെച്ചിരിക്കുന്ന നിയമങ്ങൾ തെറ്റിക്കാതെ ആ അമ്മയെ അനുസരിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ ജീവിച്ചു പോവുക. ഓക്കെ? എങ്കിലും തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ആകയാൽ അദ്ദേഹം നിബന്ധനകൾ അനുസരിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം തന്നെ മനുഷ്യർക്കുള്ളതാണ്. എന്നിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ അതെല്ലാം അനുസരിച്ച് നമ്മളെ കാണിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്തിന്? നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ. എന്നിട്ടും നമ്മൾ അത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവോത്കൃഷ്ടമായിരിക്കുന്ന ആധികാരികത ഓർത്ത് സാധാരണ ജനങ്ങളെല്ലാം അവിടുത്തെ പിന്തുടരും. നമ്മൾ ഈശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഒരു 16 മാലയും ജപിച്ച് ഒന്ന് ഉള്ളി വെളുത്തുള്ളിയും സവാള ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തോ വലിയ സംഭവം എന്ന ഭാവത്തിലാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. അങ്ങനെയൊന്നും പാടില്ല. സർവോത്കൃഷ്ടനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. നമ്മൾ ഒരിക്കലും ദുരിതത്തിലോ ആപത്തിലോ ചെന്ന് പെടില്ല. രാത്രിയിൽ നമ്മൾ കഴിയുന്നതും യാത്ര പോവാതിരിക്കുക. ഇപ്പൊ നമ്മളെ പോലെയുള്ള സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് നമുക്ക് പോകണം. അങ്ങനെയുള്ള യാത്രകളല്ല ഞാൻ പറയാം. വെറുതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സമയം കളയാതിരിക്കുക. എവിടെ വേണമെങ്കിലും കറങ്ങിക്കോ. സന്ധ്യാനേരത്ത് വീട്ടിലെത്തുക, കുളിക്കുക, നാമം ചൊല്ലുക, വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആധ്യാത്മിക പുരോഗതിയിലേക്ക് വരാൻ സാധിക്കൂ. അങ്ങനെ വന്നാലേ ശ്രീ ഗുരുവായൂരപ്പനിലേക്ക് നമ്മൾ എത്തൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഐശ്വര്യത്തോടു കൂടി നമ്മൾ ജീവിക്കില്ല. മതപരമായിരിക്കുന്ന എല്ലാ ആചാരങ്ങളെയും നല്ലൊരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഗൃഹത്തിലും പുറത്തും ശ്രീ കൃഷ്ണ ഭഗവാൻ അനുഷ്ഠിച്ചു വന്നിരുന്നത് ഭാഗവതത്തിൽ നിന്നറിയാം. മനസ്സിലായിരിക്കില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? മതപരമായിരിക്കുന്ന എല്ലാ ആചാരങ്ങളെയും, നമ്മുടെ ഹൈന്ദവത്തിലുള്ള എല്ലാ ആചാരങ്ങളെയും ശ്രീ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ ഒരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഗൃഹസ്ഥനായും നമ്മുടെ മുമ്പിൽ ജീവിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഗൃഹസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കൃത്യമായി അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. കുചേലൻ എന്ന സുഹൃത്തിനോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളിലും അദ്ദേഹം എങ്ങനെയായിരുന്നോ അതേപോലെ അതേ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളും അതേപോലെ പോകാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും കയറൂരി വിട്ട കാളയെ പോലെ ഇങ്ങനെ നമ്മൾക്ക് തോന്നിയ പോലെ ആഹാ ഓഹോ എന്നും പറഞ്ഞ് ജീവിക്കരുത്. മനസ്സിലാവുന്നില്ലേ? ജീവിക്കാനേ പാടില്ല. ചില വീടുകളിൽ ഞാൻ കാണുന്നുണ്ട്, ഭാര്യയും ഭർത്താവും കയറി ഡോർ അടച്ചിരിക്കും. വയസ്സായിരിക്കുന്ന അച്ഛനമ്മമാര് ഹാളിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കും. ദാമ്പത്യ ബന്ധത്തിനുള്ള സമയമുണ്ട്. ആ സമയത്ത് ദാമ്പത്യ ബന്ധം നിലനിർത്തുക. തോന്നിയ സമയത്തും കണ്ട സമയത്തും ഒന്നും അല്ല അങ്ങനെയുള്ള ജീവിതങ്ങളൊന്നും നമ്മൾ നയിക്കേണ്ടത്. കഴിക്കുമ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. ആ ചോറ് അവിടെ ഉണ്ട്, വേണം എടുത്ത് കഴിച്ചു, അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് വെച്ചൊരുക്കി വിളമ്പി കൊടുത്ത് ബഹുമാനത്തോടു കൂടി നമ്മൾ ആ വീട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നമ്മുടെ ലൈഫിൽ വരും. ഒരുപാട് മാറ്റം വരും. ഓക്കെ? അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത്. 1:18 ഇനി 24ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് നാളെ എടുക്കാം. ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ രാത്രി എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ക്ലാസ് ഉണ്ട്.
സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നുണ്ടോന്നോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. സൂര്യൻ അങ്ങനെ നിൽക്കുകയാണ് ഒരു ഭാഗത്ത്, ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല. ഇത്രയും നേരം ഞാൻ ഘോര കാലചക്രം എന്ന് പറഞ്ഞിട്ടാണോ ഈ ചോദ്യം? അപ്പം രാത്രി 8:30 ആസ് യൂഷ്വൽ. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങൾ കേട്ട ക്ലാസ് എല്ലാം മാക്സിമം ഷെയർ ചെയ്യാം. എല്ലാ രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതം നല്ല ആചാര അനുഷ്ഠാനങ്ങളെല്ലാം മുറുകെ പിടിച്ച് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിങ്കിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും ജീവിതത്തിൽ തോറ്റുപോകരുത്. ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ച് ആധ്യാത്മികതയിൽ ഉയർന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരീഷൻ കി ജയ്. മാക്സിമം നമ്മളുടെ എനിക്ക് തോന്നുന്നു 7-ാം തീയതിയും മറ്റുമാണ് ലാസ്റ്റ് നമ്മുടെ ഗെറ്റ് ടുഗദറിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന മീൻസ് ബുക്കിങ്ങിൻ്റെത്. അതിനുശേഷമുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ 7-ാം തീയതിക്കുള്ള തന്നെ നിങ്ങളെല്ലാവരും പേര് കൊടുക്കുക. അന്നദാനം ഗുരുവായൂർ നമ്മൾ നടത്തുന്ന അന്നദാനത്തിന് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് മാക്സിമം അന്നേ ദിവസം അന്നദാനം ചെയ്യണം. അപ്പോൾ വരാൻ പറ്റുന്നവരും പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിലും അന്നദാനത്തിന് സപ്പോർട്ട് ചെയ്യുക അന്നേ ദിവസം. ഹരേ കൃഷ്ണ.